കിഴക്കൻ മേഖലയുടെ സമഗ്ര വികസനത്തിനായുള്ള പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വ്യാവസായികവും സാമൂഹികവുമായ വളർച്ച ത്വരിതപ്പെടുത്തുക എന്നതാണ് പൂർവോദയ പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായവൽക്കരണം, തൊഴിലവസരങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തി പ്രാദേശിക അസമത്വങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഈ പദ്ധതിയിലൂടെ ഈ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാകും. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി എത്ര തുക വകയിരുത്തി? 2.66 ലക്ഷം കോടി. ഗ്രാമീണ മേഖലയിലെ റോഡുകൾ, കുടിവെള്ളം, വൈദ്യുതി, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വികസനത്തിനാണ് ഈ തുക. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഇത് നിർണായകമാണ്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പോലുള്ള പദ്ധതികൾക്ക് ഈ ഫണ്ട് സഹായകമാകും. ബഡ്ജറ്റ് പ്രഖ്യാപനമനുസരിച്ച് മുദ്രലോണുകളുടെ വർദ്ധിപ്പിച്ച പരിധി എത്രയാണ്? 20 ലക്ഷം രൂപ. മുദ്രലോണുകളുടെ പരിധി 20 ലക്ഷമായി ഉയർത്തിയത് ചെറുകിട സംരംഭകർക്ക് കൂടുതൽ ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയാണ്. ഇത് സൂക്ഷ്മ, ചെറുകിട സംരംഭ മേഖലയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. PM ആവാസ് യോജന അർബൻ 2.0 പ്രകാരം എത്ര നഗരങ്ങളിലെ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്? ഇതിനായുള്ള നിക്ഷേപം എത്രയാണ്? 1 കോടി കുടുംബങ്ങൾ, 10 ലക്ഷം കോടി നിക്ഷേപം. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 നഗരങ്ങളിലെ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും പാർപ്പിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. 1 കോടി കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും പാർപ്പിടം എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പ്രകാരം എത്ര വീടുകളിൽ മേൽക്കൂര സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്? 1 കോടി വീടുകൾ. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രധാന ലക്ഷ്യം 1 കോടി വീടുകളിൽ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നതാണ്. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വൈദ്യുതി ബിൽ കുറയ്ക്കാനും ഹരിത ഊർജ്ജ ഉപയോഗം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കും. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള മൂലധന ചെലവായി എത്രയാണ് വകയിരുത്തിയിരിക്കുന്നത്? ഇത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP എത്ര ശതമാനമാണ്? 11,11,111 കോടി രൂപ, GDPയുടെ 3.4%. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 11,11,111 കോടിയാണ്. ഇത് GDPയുടെ 3.4% വരും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സമ്പദ്വ്യവസ്ഥയുടെ ദീർഘകാല വളർച്ചയ്ക്കും ഈ വലിയ നിക്ഷേപം നിർണായകമാണ്. ഇത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. അടിസ്ഥാന ഗവേഷണത്തിനും പ്രോട്ടോടൈപ്പ് വികസനത്തിനും ലക്ഷ്യമിട്ടുള്ള അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ടിനായുള്ള ധനസഹായം എത്രയാണ്? 1 ലക്ഷം കോടി. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട് രാജ്യത്തെ അടിസ്ഥാന ഗവേഷണങ്ങളെയും പ്രോട്ടോടൈപ്പ് വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1 ലക്ഷം കോടിയുടെ ധനസഹായത്തോടെ രൂപീകരിച്ചിട്ടുള്ളതാണ്. ഇത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും നവീകരണങ്ങൾക്കും ഊർജ്ജം പകരും. ബഹിരാകാശ സമ്പദ്വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിന്റെ വലുപ്പം എത്രയാണ്? 1000 കോടി രൂപ. ബഹിരാകാശ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ട് 1000 കോടിയുടെ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കും നൂതന സംരംഭങ്ങൾക്കും ധനസഹായം നൽകി ഇന്ത്യയുടെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP എത്ര ശതമാനമാണ് കണക്കാക്കപ്പെടുന്ന ധനക്കമ്മി? GDPയുടെ 4.9%. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 4.9% ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ധനക്കമ്മി സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരത്തെ സൂചിപ്പിക്കുന്നു. ഇത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് പ്രധാനമാണ്.
2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ മൊത്തം വരവ് കടംവാങ്ങലുകൾ ഒഴികെ എത്രയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? 32.07 ലക്ഷം രൂപ കോടി. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിൽ കടംവാങ്ങലുകൾ ഒഴികെയുള്ള മൊത്തം വരവ് 32.07 ലക്ഷം രൂപ കോടിയായി കണക്കാക്കപ്പെടുന്നു. നികുതി വരുമാനം, നികുതി ഇതര വരുമാനം തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് സർക്കാരിന് ഈ വരുമാനം ലഭിക്കുന്നത്. ഇത് വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ മൊത്തം ചെലവ് എത്രയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? 48.21 ലക്ഷം രൂപ കോടി. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ മൊത്തം ചെലവ് 48.21 ലക്ഷം രൂപ കോടിയായി കണക്കാക്കപ്പെടുന്നു. ഇത് സർക്കാരിന്റെ സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിരോധം, ഭരണനിർവഹണം തുടങ്ങിയ വിവിധ മേഖലകളിലെ ചെലവുകൾ ഉൾക്കൊള്ളുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ കണക്കാക്കപ്പെടുന്ന അറ്റ നികുതി വരുമാനം എത്രയാണ്? 25.83 ലക്ഷം രൂപ കോടി. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ അറ്റ നികുതി വരുമാനം 25.83 ലക്ഷം രൂപ കോടിയായി കണക്കാക്കുന്നു. വ്യക്തിഗത നികുതി, കോർപ്പറേറ്റ് നികുതി, ചരക്ക് സേവന നികുതി തുടങ്ങിയ വിവിധ നികുതി ഇനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ വരുമാനമാണിത്. നേരിട്ടുള്ള നികുതി നിർദ്ദേശങ്ങളിൽ ശമ്പളക്കാരായ ജീവനക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര തുകയായാണ് വർദ്ധിപ്പിച്ചത്? 50,000 രൂപ-ൽ നിന്ന് 75,000 രൂപ ആയി. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ നേരിട്ടുള്ള നികുതി നിർദ്ദേശങ്ങളനുസരിച്ച് ശമ്പളക്കാരായ ജീവനക്കാർക്ക് ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ-ൽ നിന്ന് 75,000 രൂപ ആയി ഉയർത്തിയിട്ടുണ്ട്. ഇത് നികുതിദായകരുടെ നികുതി ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന പ്രഖ്യാപനമാണ്. ഈ വർധനവ് ജീവനക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ആശ്വാസം നൽകുന്നു. പെൻഷൻകാർക്ക് കുടുംബ പെൻഷനിൽ ലഭിക്കുന്ന കിഴിവ് എത്ര തുകയായാണ് വർദ്ധിപ്പിച്ചത്? 15,000 രൂപ-ൽ നിന്ന് 25,000 രൂപ ആയി. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം പെൻഷൻകാരുടെ കുടുംബ പെൻഷനിലുള്ള കിഴിവ് 15,000 രൂപ-ൽ നിന്ന് 25,000 രൂപ ആയി ഉയർത്തി. ഈ വർധനവ് പ്രത്യേകിച്ച് കുടുംബ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് കാര്യമായ ആശ്വാസം നൽകും. ഇത് മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. പുതിയ നികുതി വ്യവസ്ഥാ നിരക്ക് ഘടനപ്രകാരം 7 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വരുമാന സ്ലാബിനുള്ള ആദായ നികുതി നിരക്ക് എത്രയാണ്? 10%. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ-ൽ അവതരിപ്പിച്ച പുതിയ നികുതി വ്യവസ്ഥാ നിരക്ക് ഘടനപ്രകാരം 7 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 10% ആദായ നികുതിയാണ് ഈടാക്കുന്നത്. ഇത് നികുതിദായകരെ പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ സാമ്പത്തിക ആസൂത്രണത്തിന് സഹായകമാകുന്നതിനും വേണ്ടിയുള്ള മാറ്റങ്ങളാണ്. പുതിയ നികുതി വ്യവസ്ഥാ നിരക്ക് ഘടനപ്രകാരം 10 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാന സ്ലാബിനുള്ള ആദായ നികുതി നിരക്ക് എത്രയാണ്? 15%. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പുതിയ നികുതി വ്യവസ്ഥാ നിരക്ക് ഘടന അനുസരിച്ച് 10 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാന സ്ലാബിന് 15% ആദായ നികുതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വിവിധ വരുമാന സ്ലാബുകളിലെ നികുതി നിരക്കുകൾ അറിഞ്ഞിരിക്കുന്നത് നികുതിദായകർക്ക് ശരിയായ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കാൻ അത്യാവശ്യമാണ്. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ-ൽ എല്ലാ വിഭാഗം നിക്ഷേപകർക്കും ഏഞ്ചൽ ടാക്സിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? നിർത്തലാക്കി. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്ന ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗം നിക്ഷേപകർക്കും വേണ്ടി നിർത്തലാക്കിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് വലിയ ഉത്തേജനം നൽകാനും നിക്ഷേപം ആകർഷിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ-ൽ വിദേശ കമ്പനികൾക്കായി എത്ര കോർപ്പറേറ്റ് നികുതി നിരക്കാണ് അവതരിപ്പിച്ചത്? 35% കുറച്ചു. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ-ൽ വിദേശ കമ്പനികൾക്കായുള്ള കോർപ്പറേറ്റ് നികുതി നിരക്ക് 35% കുറച്ചു. ഇത് രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന നടപടിയാണ്.
യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ ഇൽ ചാരിറ്റികൾക്കായുള്ള നികുതി വ്യവസ്ഥ എങ്ങനെയാണ് ലളിതമാക്കിയത്? ഇളവ് വ്യവസ്ഥകൾ ലയിപ്പിച്ചുകൊണ്ട്. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ ഇൽ ചാരിറ്റികൾക്കായുള്ള നികുതി വ്യവസ്ഥ ലളിതമാക്കുന്നതിനായി വിവിധ ഇളവ് വ്യവസ്ഥകൾ ലയിപ്പിച്ചു. ഇത് ചാരിറ്റബിൾ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ സഹായിക്കും. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം ചില സാമ്പത്തിക ആസ്തികളിന്മേലുള്ള ഹ്രസ്വകാല മൂലധന നേട്ട നികുതി നിരക്ക് എത്രയാണ്? 20%. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് ചില സാമ്പത്തിക ആസ്തികളിന്മേലുള്ള ഹ്രസ്വകാല മൂലധന നേട്ട നികുതി നിരക്ക് 20% നിശ്ചയിച്ചിരിക്കുന്നു. നിക്ഷേപകർ അവരുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ നികുതി നിരക്ക് പരിഗണിക്കേണ്ടതാണ്. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം എല്ലാ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ആസ്തികളിന്മേലുള്ള ദീർഘകാല മൂലധന നേട്ട നികുതി നിരക്ക് എത്രയാണ്? 12.5%. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം എല്ലാ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ആസ്തികളിന്മേലുള്ള ദീർഘകാല മൂലധന നേട്ട നികുതി നിരക്ക് 12.5%. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന് ഈ നിരക്ക് ബാധകമാകും. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം ഓരോ വർഷവും മൂലധന നേട്ട നികുതിക്കുള്ള വർദ്ധിപ്പിച്ച ഇളവ് പരിധി എത്രയാണ്? 1.25 ലക്ഷം രൂപ. യൂണിയൻ ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് മൂലധന നേട്ട നികുതിക്കുള്ള വാർഷിക ഇളവ് പരിധി ₹1.25 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ഇത് മൂലധന നേട്ടം ലഭിക്കുന്ന നിക്ഷേപകർക്ക് ആശ്വാസം നൽകുകയും കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ ഇൽ 3 അധിക കാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ എങ്ങനെയാണ് പരിഗണിച്ചത്? പൂർണ്ണമായും ഒഴിവാക്കി. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റിൽ കാൻസർ രോഗചികിത്സയുടെ ചിലവ് കുറയ്ക്കുന്നതിനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് 3 കാൻസർ മരുന്നുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കി. ഇത് പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ ഇൽ മൊബൈൽ ഫോണുകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കുമുള്ള കസ്റ്റംസ് തീരുവ എത്ര ശതമാനമായി കുറച്ചു? 15%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റിൽ മൊബൈൽ ഫോണുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കസ്റ്റംസ് തീരുവ 15% കുറയ്ക്കാൻ നിർദ്ദേശിച്ചു. ഇത് ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും സഹായിച്ചേക്കാം. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ ഇൽ അപൂർവ ഭൗമ മൂലകങ്ങളുടെ റെയർ എർത്ത് മിനറൽസ് കസ്റ്റംസ് തീരുവയുടെ നില എന്തായിരുന്നു? ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്തു. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റിൽ അപൂർവ ഭൗമ മൂലകങ്ങളുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്തു. ഇത് ഈ മേഖലയിലെ ഗവേഷണത്തിനും ഉൽപ്പാദനത്തിനും പ്രോത്സാഹനം നൽകുകയും ഹൈടെക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യും. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ ഇൽ കടൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കുള്ള അടിസ്ഥാന കസ്റ്റംസ് തീരുവ BCD എത്ര ശതമാനമായി കുറച്ചു? 5%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റിൽ കടൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ BCD 5% കുറച്ചു. ഈ നീക്കം ഇന്ത്യൻ മത്സ്യബന്ധന വ്യവസായത്തിന് ആഗോള വിപണിയിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 2024 ഇൽ ആദായനികുതി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി അവതരിപ്പിച്ച പദ്ധതി ഏതാണ്? വിവാദ് സേ വിശ്വാസ് സ്കീം 2024. നികുതി തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനും നിയമപരമായ നടപടികൾ കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വിവാദ് സേ വിശ്വാസ് സ്കീം 2024 അവതരിപ്പിച്ചത്. ഇത് നികുതിദായകർക്കും സർക്കാരിനും ഗുണകരമാകുന്ന ഒരു ഒത്തുതീർപ്പ് മാർഗമാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ ഇൽ ഏതൊക്കെ നികുതികൾക്കുള്ള അപ്പീൽ പരിധി വർദ്ധിപ്പിച്ചു? പ്രത്യക്ഷ നികുതി, എക്സൈസ്, സേവന നികുതി അപ്പീലുകൾ. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റിൽ പ്രത്യക്ഷ നികുതി,
എക്സൈസ്, സേവന നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട അപ്പീലുകളുടെ പരിധി വർദ്ധിപ്പിച്ചു. ഇത് നികുതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കുറയ്ക്കുന്നതിനും നിയമവ്യവസ്ഥയിലെ ഭാരം ലഘൂകരിക്കുന്നതിനും സഹായിക്കും. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ ഏതൊക്കെ പ്രധാന മേഖലകളിലാണ് സമഗ്രമായ സമീപനം പ്രതിഫലിപ്പിക്കുന്നത്? സാമ്പത്തിക വളർച്ച നിലനിർത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാമൂഹിക നീതി വർദ്ധിപ്പിക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, നികുതി സമ്പ്രദായം ലളിതമാക്കുക എന്നിവ. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റ് സാമ്പത്തിക വളർച്ച, അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹിക നീതി, നവീകരണം, നികുതി സമ്പ്രദായം ലളിതമാക്കൽ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാജ്യത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ സമീപനം മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെയിലെ രൂപ എവിടെ നിന്ന് വരുന്നു എന്ന രേഖാചിത്രം അനുസരിച്ച് സർക്കാരിന്റെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം ഏതാണ്? കടം വാങ്ങലുകളും മറ്റ് ബാധ്യതകളും 27%. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെയിലെ കണക്കുകൾ പ്രകാരം സർക്കാരിന്റെ മൊത്തം വരുമാനത്തിന്റെ ഏറ്റവും വലിയ പങ്ക് 27% കടം വാങ്ങലുകളിൽ നിന്നും മറ്റ് ബാധ്യതകളിൽ നിന്നുമാണ്. ഇത് രാജ്യത്തിന്റെ ധനകാര്യ മേഖലയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് സർക്കാരിന്റെ വരുമാനത്തിന്റെ എത്ര ശതമാനം ചരക്ക് സേവന നികുതിയിൽ നിന്നും മറ്റ് നികുതികളിൽ നിന്നുമാണ് വരുന്നത്? 18%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റിലെ വരുമാന കണക്കുകൾ പ്രകാരം ചരക്ക് സേവന നികുതിയിൽ നിന്നും മറ്റ് നികുതികളിൽ നിന്നും സർക്കാരിന് 18% വരുമാനം ലഭിക്കുന്നു. ഇത് സർക്കാരിന്റെ നികുതി വരുമാനത്തിലെ ഒരു പ്രധാന ഘടകമാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് സർക്കാരിന്റെ വരുമാനത്തിന്റെ എത്ര ശതമാനം ആദായനികുതിയിൽ നിന്നാണ് വരുന്നത്? 19%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റ് പ്രകാരം സർക്കാരിന്റെ വരുമാനത്തിന്റെ 19% ആദായനികുതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് പ്രത്യക്ഷ നികുതി വരുമാനത്തിലെ ഒരു സുപ്രധാന സ്രോതസ്സാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം സർക്കാർ വരുമാനത്തിന്റെ എത്ര ശതമാനം കോർപ്പറേഷൻ നികുതിയിൽ നിന്നാണ് ലഭിക്കുന്നത്? 17%. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് കോർപ്പറേഷൻ നികുതി സർക്കാർ വരുമാനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. മൊത്തം വരുമാനത്തിന്റെ 17% ഈ ഇനത്തിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സർക്കാരിന്റെ ധനപരമായ ഉറവിടങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന വിവരമാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ രൂപ എങ്ങോട്ട് പോകുന്നു എന്ന രേഖാചിത്രം അനുസരിച്ച് സർക്കാർ ചെലവിന്റെ ഏറ്റവും വലിയ ഘടകം ഏതാണ്? നികുതികളുടെയും തീരുവകളുടെയും സംസ്ഥാന വിഹിതം 21%. കേന്ദ്ര ബജറ്റിലെ രൂപ എങ്ങോട്ട് പോകുന്നു എന്ന വിഭാഗം സർക്കാർ ചെലവുകൾ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്നു. 2024 മുതൽ 25 വരെ വർഷത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള നികുതികളുടെയും തീരുവകളുടെയും വിഹിതമാണ് ഏറ്റവും വലിയ ഒറ്റച്ചെലവ്. ഇത് മൊത്തം ചെലവിന്റെ 21% വരും. ഇത് കേന്ദ്ര സംസ്ഥാന ധനബന്ധത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം സർക്കാർ ചെലവിന്റെ എത്ര ശതമാനമാണ് പലിശ തിരിച്ചടവുകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? 19%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റ് അനുസരിച്ച് സർക്കാർ ചെലവുകളുടെ ഒരു വലിയ ഭാഗം പലിശ തിരിച്ചടവുകൾക്കായി മാറ്റിവെക്കുന്നു. മൊത്തം ചെലവിന്റെ 19% ഈ ആവശ്യത്തിനായി വിനിയോഗിക്കപ്പെടുന്നു. ഇത് രാജ്യത്തിന്റെ കടബാധ്യതയും സാമ്പത്തിക ആരോഗ്യവും സംബന്ധിച്ച ഒരു പ്രധാന സൂചകമാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം സർക്കാർ ചെലവിന്റെ എത്ര ശതമാനമാണ് കേന്ദ്ര മേഖലാ പദ്ധതികൾക്കായി പ്രതിരോധത്തിനുള്ള മൂലധന ചെലവും സബ്സിഡിയും ഒഴികെ നീക്കിവച്ചിരിക്കുന്നത്? 16%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത കേന്ദ്ര മേഖലാ പദ്ധതികൾക്ക് പ്രതിരോധ മൂലധന ചെലവും സബ്സിഡിയും ഒഴികെ ചെലവിന്റെ 16% നീക്കിവച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനാ മേഖലകളെയും വികസന കാഴ്ചപ്പാടിനെയും പ്രതിഫലിക്കുന്നു. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം സർക്കാർ ചെലവിന്റെ എത്ര ശതമാനമാണ് ധനകാര്യ കമ്മീഷനും മറ്റ് കൈമാറ്റങ്ങൾക്കുമായി നീക്കിവച്ചിരിക്കുന്നത്? 9%.
കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന കൈമാറ്റങ്ങൾക്കും മറ്റ് കേന്ദ്രാവിഷ്കൃത കൈമാറ്റങ്ങൾക്കുമായി മൊത്തം സർക്കാർ ചെലവിന്റെ 9% വകയിരുത്തിയിട്ടുണ്ട്. ഇത് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമുള്ള ധനവിനിയോഗത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം സർക്കാർ ചെലവിന്റെ എത്ര ശതമാനമാണ് പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്നത്? 8%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബജറ്റ് അനുസരിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രതിരോധ മേഖലയ്ക്ക് മൊത്തം സർക്കാർ ചെലവിന്റെ 8% വകയിരുത്തിയിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. കേന്ദ്ര ബജറ്റിൽ 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള മൊത്തം വരവുകൾ എത്രയാണ്? 48,20,512 കോടി രൂപ. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ മൊത്തം വരവുകൾ 48,20,512 രൂപ കോടിയായി കണക്കാക്കുന്നു. ഇതിൽ റവന്യൂ വരവുകളും മൂലധന വരവുകളും ഉൾപ്പെടുന്നു. ഇത് സർക്കാരിന്റെ സാമ്പത്തിക വിഭവ ശേഷിയെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നു. കേന്ദ്ര ബജറ്റിൽ 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള മൊത്തം ചെലവുകൾ എത്രയാണ്? 48,20,512 കോടി രൂപ. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം മൊത്തം ചെലവുകൾ 48,20,512 രൂപ കോടിയായി കണക്കാക്കിയിരിക്കുന്നു. മൊത്തം വരവുകൾക്ക് തുല്യമായ ഈ തുക സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ ആവശ്യങ്ങൾക്കും സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കുമായി വിനിയോഗിക്കും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കേന്ദ്ര ബജറ്റിൽ 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള റവന്യൂ വരവുകൾ എത്രയാണ്? 31,29,200 കോടി രൂപ. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ റവന്യൂ വരവുകൾ 31,29,200 രൂപ കോടിയായി കണക്കാക്കിയിരിക്കുന്നു. നികുതിയേതര വരുമാനങ്ങളിലൂടെയാണ് പ്രധാനമായും റവന്യൂ വരവുകൾ ലഭിക്കുന്നത്. ഇത് സർക്കാരിന്റെ പതിവ് വരുമാന സ്രോതസ്സുകളുടെ വലുപ്പം വ്യക്തമാക്കുന്നു. കേന്ദ്ര ബജറ്റിൽ 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള മൂലധന വരവുകൾ എത്രയാണ്? 16,91,312 കോടി രൂപ. കേന്ദ്ര ബജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം മൂലധന വരവുകൾ 16,91,312 രൂപ കോടിയായി കണക്കാക്കുന്നു. കടം വാങ്ങലുകൾ, വായ്പകളുടെ തിരിച്ചടവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിക്രിക്കൽ തുടങ്ങിയവയിലൂടെയാണ് മൂലധന വരവുകൾ പ്രധാനമായും ലഭിക്കുന്നത്. ഇത് സർക്കാരിന്റെ ദീർഘകാല ധനപരമായ കരുത്തിനെ സൂചിപ്പിക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ മൂലധന അക്കൗണ്ടിലെ ചെലവ് എത്രയായിട്ടാണ് കണക്കാക്കുന്നത്? 1,111 രൂപ, 111 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് മൂലധന അക്കൗണ്ടിലെ ചെലവ് 11,11,111 കോടി രൂപയായി കണക്കാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉത്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ തുക വലിയ പങ്കുവഹിക്കുന്നു. ഇത് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ ഫലപ്രദമായ മൂലധന ചെലവ് എത്രയായിട്ടാണ് കണക്കാക്കുന്നത്? 1,501 രൂപ, 889 കോടി രൂപ. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഫലപ്രദമായ മൂലധന ചെലവ് 15,189 കോടി രൂപയായി കണക്കാക്കുന്നു. ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന മൂലധന ചെലവുകളും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന മൂലധന സഹായവും ഉൾക്കൊള്ളുന്നു. സമ്പദ്വ്യവസ്ഥയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദീർഘകാല വളർച്ച ഉറപ്പാക്കുന്നതിനും ഇത് സഹായകമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ റവന്യൂ കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP എത്ര ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത്? 1.8%. കേന്ദ്ര ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ പ്രകാരം റവന്യൂ കമ്മി GDPയുടെ 1.8% കണക്കാക്കുന്നു. സർക്കാരിന്റെ റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറയുമ്പോഴാണ് റവന്യൂ കമ്മി ഉണ്ടാകുന്നത്. ഇത് നിലവിലുള്ള ചെലവുകൾക്ക് വരുമാനം തികയാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു.
2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ ഫലപ്രദമായ റവന്യൂ കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP എത്ര ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത്? 0.6%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഫലപ്രദമായ റവന്യൂ കമ്മി GDPയുടെ 0.6% ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. റവന്യൂ കമ്മിയിൽ നിന്ന് മൂലധന ആസ്തികൾ സൃഷ്ടിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഗ്രാന്റുകൾ കുറയ്ക്കുമ്പോഴാണ് ഫലപ്രദമായ റവന്യൂ കമ്മി ലഭിക്കുന്നത്. ഇത് യഥാർത്ഥ റവന്യൂ കമ്മി അവസ്ഥയുടെ കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP എത്ര ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത്? 4.9%. കേന്ദ്ര ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് ധനക്കമ്മി GDPയുടെ 4.9% ആയിട്ടാണ് കണക്കാക്കുന്നത്. സർക്കാരിന്റെ മൊത്തം വരുമാനത്തേക്കാൾ കടം ഒഴികെ മൊത്തം ചെലവ് കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ധനക്കമ്മി. ഇത് സർക്കാരിന്റെ കടബാധ്യതയുടെ ഒരു പ്രധാന സൂചകമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രാഥമിക കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ GDP എത്ര ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത്? 1.4%. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രാഥമിക കമ്മി GDPയുടെ 1.4% ആയി കണക്കാക്കുന്നു. ധനക്കമ്മിയിൽ നിന്ന് മുൻകാല കടങ്ങളുടെ പലിശ തിരിച്ചടവ് കുറയ്ക്കുമ്പോഴാണ് പ്രാഥമിക കമ്മി ലഭിക്കുന്നത്. ഇത് നിലവിലെ സാമ്പത്തിക വർഷത്തിലെ സർക്കാർ ചെലവുകളും വരുമാനവും തമ്മിലുള്ള യഥാർത്ഥ അസന്തുലിതാവസ്ഥ വ്യക്തമാക്കുന്നു. കേന്ദ്ര ബഡ്ജറ്റ് അനുസരിച്ച് 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള മൊത്ത ആഭ്യന്തര ഉത്പാദനം GDP എത്രയാണ്? കൂടാതെ 2023 മുതൽ 24 വരെ സാമ്പത്തിക വർഷത്തിലെ താൽക്കാലിക കണക്കുകളേക്കാൾ എത്ര ശതമാനം വളർച്ചയാണിത്? 3,26,36,912 കോടി രൂപ. 2023 മുതൽ 24 വരെ സാമ്പത്തിക വർഷത്തേക്കാൾ 10.5% വളർച്ച. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP 3,26,36,912 കോടി രൂപയായിരിക്കുമെന്നാണ് കേന്ദ്ര ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ഇത് 2023 മുതൽ 24 വരെ സാമ്പത്തിക വർഷത്തിലെ താൽക്കാലിക കണക്കുകളേക്കാൾ 10.5% വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഈ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം, വ്യാവസായിക വളർച്ച, സേവന മേഖലയിലെ പുരോഗതി എന്നിവയെ ആശ്രയിച്ചിരിക്കും. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കുള്ള നീക്കിവെച്ച ചെലവ് എത്രയാണ്? 4,54,773 കോടി രൂപ. 2024 മുതൽ 25 വരെയിലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി 4,54,773 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ, സൈനിക നവീകരണം, പുതിയ സാങ്കേതികവിദ്യകൾ വാങ്ങൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രതിരോധ ചെലവുകൾ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ രാസവള സബ്സിഡിക്കുള്ള നീക്കിവെച്ച ചെലവ് എത്രയാണ്? 1,64,000 കോടി രൂപ. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് രാസവള സബ്സിഡിക്കായി കേന്ദ്ര ബഡ്ജറ്റിൽ 1,64,000 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത് കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്ക് രാസവളങ്ങൾ ലഭ്യമാക്കാനും കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് ഈ സബ്സിഡി പ്രധാനമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ ഭക്ഷ്യ സബ്സിഡിക്കുള്ള നീക്കിവെച്ച ചെലവ് എത്രയാണ്? 2,05,250 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റ് 2024 മുതൽ 25 വരെ അനുസരിച്ച് ഭക്ഷ്യ സബ്സിഡിക്കായി 2,05,250 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം NFSA ദരിദ്രർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ്. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ സബ്സിഡിക്ക് വലിയ പങ്കുണ്ട്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ പെട്രോളിയം സബ്സിഡിക്കായി വകയിരുത്തിയ തുക എത്രയാണ്? 11,925 കോടി രൂപ.
കേന്ദ്ര ബഡ്ജറ്റിൽ പെട്രോളിയം സബ്സിഡിക്ക് വകയിരുത്തിയ തുക രാജ്യത്തിന്റെ ഊർജ്ജ നയങ്ങളെയും ഉപഭോക്താക്കൾക്കുള്ള സഹായത്തെയും പ്രതിഫലിക്കുന്നു. ഇത് പൊതുവിതരണ സംവിധാനം, LPG, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളുടെ വില സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാരിനെ സഹായിക്കുന്നു. ഈ തുക സാമ്പത്തിക കാര്യക്ഷമതയും ജനക്ഷേമവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വകയിരുത്തിയ തുക എത്രയാണ്? 1,51,851 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റിലെ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമുള്ള ഈ വലിയ തുക കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും കർഷകരുടെ ഉന്നമനത്തിനും ഊന്നൽ നൽകുന്നു. വിള ഇൻഷുറൻസ്, ജലസേചനം, കാർഷിക വായ്പ, സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്ക് ഇത് സഹായകമാകും. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ നിക്ഷേപം നിർണായകമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി വകയിരുത്തിയ തുക എത്രയാണ്? 1,25,638 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വകയിരുത്തിയ ഈ തുക രാജ്യത്തിന്റെ മാനവ വിഭവശേഷി വികസനത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. പുതിയ വിദ്യാലയങ്ങൾ, ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ, അധ്യാപക പരിശീലനം, ഗവേഷണ പ്രോത്സാഹനം എന്നിവയ്ക്ക് ഇത് പ്രയോജനപ്പെടും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലൂടെ ഭാവി തലമുറയുടെ കഴിവുകൾ വികസിപ്പിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാനും ഇത് സഹായിക്കും. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കായി വകയിരുത്തിയ തുക എത്രയാണ്? 89,287 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തിയ ഈ തുക പൊതുജനാരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ മുൻഗണന കാണിക്കുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ, വാക്സിനേഷൻ പരിപാടികൾ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയ്ക്ക് ഇത് പിന്തുണ നൽകും. ആരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ നിക്ഷേപം അത്യന്താപേക്ഷിതമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ ഗ്രാമീണ വികസനത്തിനായി വകയിരുത്തിയ തുക എത്രയാണ്? 2,65,808 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റിൽ ഗ്രാമീണ വികസനത്തിനായി നീക്കിവെച്ച ഈ വലിയ തുക ഗ്രാമങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിടുന്നു. റോഡുകൾ, കുടിവെള്ളം, ശുചിത്വം, ഭവന നിർമ്മാണം, ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതികൾ എന്നിവയ്ക്ക് ഇത് പ്രയോജനപ്പെടും. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഇത് നിർണായകമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ ഗതാഗത മേഖലയ്ക്കായി വകയിരുത്തിയ തുക എത്രയാണ്? 5,44,128 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റിൽ ഗതാഗത മേഖലയ്ക്ക് വകയിരുത്തിയ ഭീമമായ തുക രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നു. റോഡുകൾ, റെയിൽവേ, വ്യോമഗതാഗതം, തുറമുഖങ്ങൾ എന്നിവയുടെ വികസനത്തിന് ഇത് സഹായകമാകും. മെച്ചപ്പെട്ട ഗതാഗത ശൃംഖല സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താനും ചരക്കുനീക്കം സുഗമമാക്കാനും ജനജീവിതം എളുപ്പമാക്കാനും സഹായിക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ നഗരവികസനത്തിനായി വകയിരുത്തിയ തുക എത്രയാണ്? 82,577 കോടി രൂപ. കേന്ദ്ര ബഡ്ജറ്റിൽ നഗരവികസനത്തിനായി വകയിരുത്തിയ തുക നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും ലക്ഷ്യമിടുന്നു. സ്മാർട്ട് സിറ്റികൾ, ശുചിത്വ പരിപാടികൾ, പൊതുഗതാഗതം, പാർപ്പിട പദ്ധതികൾ എന്നിവയ്ക്ക് ഇത് സഹായകമാകും. വർദ്ധിച്ചുവരുന്ന നഗര ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുസ്ഥിരമായ നഗരങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഈ നിക്ഷേപം പ്രധാനമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് MGNREGP വകയിരുത്തിയ തുക എത്രയാണ്? 86,000 കോടി രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGP ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കി അവരുടെ ഉപജീവനമാർഗം സംരക്ഷിക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ വകയിരുത്തൽ ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇത് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന ഉത്തേജകമാണ്.
2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള ദേശീയ സാമൂഹിക സഹായ പദ്ധതിക്ക് NSAP വകയിരുത്തിയ തുക എത്രയാണ്? 9,652 കോടി രൂപ. ദേശീയ സാമൂഹിക സഹായ പദ്ധതി NSAP ദരിദ്രരായ പ്രായമായവർക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. 2024 മുതൽ 25 വരെയിലെ ഈ വകയിരുത്തൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിനും അവരുടെ ജീവിതനിലവാരം ഉയർത്തുന്നതിനും ലക്ഷ്യമിടുന്നു. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകി സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രധാൻ മന്ത്രി ആവാസ് യോജന PMAY അർബൻ പദ്ധതിക്ക് വകയിരുത്തിയ തുക എത്രയാണ്? 30,171 കോടി രൂപ. പ്രധാൻ മന്ത്രി ആവാസ് യോജന PMAY അർബൻ പദ്ധതി നഗരങ്ങളിലെ എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ വകയിരുത്തൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും താഴ്ന്ന വരുമാനക്കാർക്കും മിഡിൽ ക്ലാസുകാർക്കും വീടുകൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനും പിന്തുണ നൽകുന്നു. നഗരങ്ങളിലെ പാർപ്പിട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഈ പദ്ധതി നിർണായകമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന PMAY ഗ്രാമീണിന്റെ ബജറ്റ് വിഹിതം എത്രയാണ്? 54,500 കോടി രൂപ. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിക്കായി 54,500 കോടി രൂപയുടെ ബജറ്റ് വിഹിതം അനുവദിച്ചിട്ടുണ്ട്. ഇത് ഗ്രാമീണ ഭവന നിർമ്മാണത്തിന് വലിയ ഊന്നൽ നൽകുന്നു. 10,9 എന്ന മൂല്യത്തെ സൂചിപ്പിക്കുന്ന മെട്രിക് പ്രിഫിക്സ് ഏതാണ്? ജിഗ. മെട്രിക് സിസ്റ്റത്തിൽ ജിഗ എന്നത് ഒരു അടിസ്ഥാന യൂണിറ്റിന്റെ 10,9 ഒരു ബില്യൺ മടങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. ഉദാഹരണത്തിന് ഒരു ജിഗാഹെർട്സ് GHz എന്നത് 10,9 ഹെർട്സിന് തുല്യമാണ്. 10-9 എന്ന മൂല്യത്തിന് തുല്യമായ മെട്രിക് പ്രിഫിക്സ് ഏതാണ്? നാനോ. നാനോ എന്നത് മെട്രിക് സിസ്റ്റത്തിൽ ഒരു അടിസ്ഥാന യൂണിറ്റിന്റെ 10-9 ഒരു ബില്യൺ ഭാഗത്തെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ആണ്. നാനോ ടെക്നോളജി പോലുള്ള മേഖലകളിൽ വളരെ ചെറിയ അളവുകൾ പ്രസ്താവിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. 1 സെന്റിമീറ്ററിന് എത്ര മില്ലിമീറ്റർ തുല്യമാണ്? 10 മില്ലിമീറ്റർ. മെട്രിക് സിസ്റ്റത്തിൽ നീളം അളക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ. 1 സെന്റിമീറ്റർ എന്നാൽ മീറ്ററിന്റെ 1/100 ഭാഗവും 1 മില്ലിമീറ്റർ മീറ്ററിന്റെ 1/1000 ഭാഗവുമാണ്. അതിനാൽ 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്ററിന് തുല്യമാണ്. 1 ചതുരശ്ര സെന്റിമീറ്ററിന് എത്ര ചതുരശ്ര മില്ലിമീറ്റർ തുല്യമാണ്? 100 ചതുരശ്ര മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ എന്നാൽ 10 മില്ലിമീറ്റർ ആയതുകൊണ്ട് 1 ചതുരശ്ര സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എന്നത് 10 മില്ലിമീറ്റർ ബൈ 10 മില്ലിമീറ്റർ, അതായത് 100 ചതുരശ്ര മില്ലിമീറ്ററിന് തുല്യമാണ്. ഇത് വിസ്തീർണം അളക്കുന്നതിനുള്ള ഒരു പ്രധാന പരിവർത്തനമാണ്. 1 ലിറ്ററിന് എത്ര ഡെസിലിറ്റർ തുല്യമാണ്? 10 ഡെസിലിറ്റർ. ദ്രാവകങ്ങളുടെ വ്യാപ്തം അളക്കാൻ ഉപയോഗിക്കുന്ന മെട്രിക് യൂണിറ്റാണ് ലിറ്റർ. ഒരു ഡെസിലിറ്റർ എന്നത് ഒരു ലിറ്ററിന്റെ 10-1 ഭാഗമാണ്. അതിനാൽ 10 ഡെസിലിറ്ററുകൾ ചേർന്നാൽ 1 ലിറ്റർ ആകും. 1 കിലോലിറ്റർ എത്ര ലിറ്ററിന് തുല്യമാണ്? 1000 ലിറ്റർ. കിലോ എന്നത് 1000 മടങ്ങ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു മെട്രിക് പ്രിഫിക്സ് ആണ്. അതിനാൽ 1 കിലോലിറ്റർ എന്നത് 1000 ലിറ്ററിന് തുല്യമാണ്. വലിയ അളവിലുള്ള ദ്രാവകങ്ങൾ അളക്കാൻ ഈ യൂണിറ്റ് ഉപയോഗിക്കുന്നു. മർദ്ദത്തിന്റെ സി യൂണിറ്റ് എന്താണ്? പാസ്കൽ, അല്ലെങ്കിൽ ന്യൂട്ടൺ, m വർഗം, m വർഗം. മർദ്ദം എന്നത് യൂണിറ്റ് വിസ്തീർണത്തിൽ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ്. ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ ബ്ലേസ് പാസ്കലിന്റെ ബഹുമാനാർത്ഥമാണ് സി യൂണിറ്റിന് പാസ്കൽ എന്ന് പേര് നൽകിയത്. ഒരു പാസ്കൽ എന്നത് ഒരു ചതുരശ്ര മീറ്ററിൽ അനുഭവപ്പെടുന്ന ഒരു ന്യൂട്ടൺ ബലത്തിന് തുല്യമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ.
ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യത്തെ ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. സാധാരണയായി മെർക്കുറി ബാരോമീറ്ററുകളാണ് ഉപയോഗിക്കാറ്. ഇത് മെർക്കുറി നിരയുടെ ഉയരം അളന്ന് മർദ്ദം നിർണ്ണയിക്കുന്നു. ഒരു ബാരോമീറ്ററിലെ മെർക്കുറി നിരയിലെ പെട്ടെന്നുള്ള ഇടിവ് എന്തിനെ സൂചിപ്പിക്കുന്നു? മെർക്കുറി നിരയിലെ പെട്ടെന്നുള്ള ഇടിവ് അന്തരീക്ഷമർദ്ദത്തിലെ വലിയ കുറവിനെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും ഒരു കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ശക്തമായ കാറ്റുകൾ എന്നിവ അടുത്തെത്തുന്നു എന്നതിന്റെ സൂചനയാണ്. അന്തരീക്ഷമർദ്ദത്തിലെ പെട്ടെന്നുള്ള കുറവ് വായുവിന്റെ സാന്ദ്രത കുറയുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി മോശം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴ്ന്ന മർദ്ദമുള്ള പ്രദേശങ്ങൾ കൊടുങ്കാറ്റുകളും മഴയും പോലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകും. അതിനാൽ ബാരോമീറ്റർ കാലാവസ്ഥാ പ്രവചനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? ഉയർന്ന പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവായതുകൊണ്ട് വെള്ളത്തിന്റെ തിളനില കുറയുന്നു. അതുകൊണ്ടാണ് അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത്. സാധാരണയായി സമുദ്രനിരപ്പിൽ വെള്ളം 100 ഡിഗ്രി സിയിൽ തിളയ്ക്കുന്നു. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറയുന്നതനുസരിച്ച് തിളനിലയും കുറയും. ഉദാഹരണത്തിന് 80 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 90 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ ഊഷ്മാവിൽ തിളക്കുന്ന വെള്ളത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും, കാരണം പാചകത്തിന് ആവശ്യമായ താപം ലഭിക്കില്ല. ഒരു ബാരോമീറ്ററിലെ മെർക്കുറി നില ക്രമാനുഗതമായും സാവധാനത്തിലും ഉയരുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ബാരോമീറ്ററിലെ മെർക്കുറി നില ക്രമാനുഗതമായും സാവധാനത്തിലും ഉയരുന്നത് തെളിഞ്ഞ കാലാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ബാരോമീറ്ററിലെ മർദ്ദം സാവധാനം വർദ്ധിക്കുന്നത് അന്തരീക്ഷം സ്ഥിരത കൈവരിക്കുന്നതിന്റെ സൂചനയാണ്. ഇത് തെളിഞ്ഞതും ശാന്തവുമായ കാലാവസ്ഥയെ പ്രവചിക്കുന്നു. ഉയർന്ന മർദ്ദം മേഘരഹിതമായ ആകാശത്തിനും കുറഞ്ഞ മഴയ്ക്കും കാരണമാകുന്നു. ഹൈഡ്രോളിക് ബ്രേക്കുകളുടെയും ഹൈഡ്രോളിക് ലിഫ്റ്റുകളുടെയും പ്രവർത്തനം ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? പാസ്കൽസ് നിയമം. പാസ്കൽസ് നിയമം അനുസരിച്ച് ഒരു അടഞ്ഞ ദ്രാവകത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശകളിലേക്കും തുല്യമായി വ്യാപിക്കുന്നു. ഈ തത്വം ഹൈഡ്രോളിക് ബ്രേക്കുകളിലും ലിഫ്റ്റുകളിലും ചെറിയ ബലം ഉപയോഗിച്ച് വലിയ ബലം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. കാരണം ദ്രാവകത്തിന്റെ മർദ്ദം അതേപടി തുടരുമ്പോൾ വലിയ പ്രതലത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ ബലം വർദ്ധിക്കുന്നു. ജാക്കോബസ് ഹെൻറിക്കസ് വാൻ ഡെ ഹോഫിന് 1901-ൽ ഏത് കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്? രാസഗതികം, കെമിക്കൽ ഡൈനാമിക്സ്, ലായനികളിലെ ഓസ്മോട്ടിക് മർദ്ദം എന്നിവയുടെ നിയമങ്ങൾ കണ്ടെത്തിയതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ജാക്കോബസ് ഹെൻറിക്കസ് വാൻ ഡെ ഹോഫിന് രസതന്ത്രത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനം ലഭിച്ചത് താപഗതിക തത്വങ്ങൾ രാസപ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കാണ്. ലായനികളിലെ ഓസ്മോട്ടിക് മർദ്ദത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനമാണ്. ഫിഷറുടെ പണത്തിന്റെ അളവ് സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കുന്ന സമവാക്യം ഏതാണ്? MV=PT. ഫിഷറുടെ പണത്തിന്റെ അളവ് സിദ്ധാന്തം ക്വാണ്ടിറ്റി തിയറി ഓഫ് മനി അനുസരിച്ച് സമ്പദ്വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് M, അതിന്റെ പ്രവാഹത്തിന്റെ വേഗത V എന്നിവയുടെ ഗുണനഫലം, വിലനിലവാരം P, ഇടപാടുകളുടെ എണ്ണം T എന്നിവയുടെ ഗുണനഫലത്തിന് തുല്യമാണ്. ഈ സിദ്ധാന്തം പണപ്പെരുപ്പം, പണത്തിന്റെ മൂല്യം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. എക്സ്റേ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ തരംഗങ്ങൾ എന്നിവയുടെ ആവൃത്തിയുടെ ശരിയായ അവരോഹണക്രമം ഏതാണ്? എക്സ്റേ കൂടുതൽ, ഇൻഫ്രാറെഡ് കൂടുതൽ, മൈക്രോവേവ് കൂടുതൽ, റേഡിയോ തരംഗങ്ങൾ. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ തരംഗങ്ങളുടെ ആവൃത്തി അവയുടെ ഊർജ്ജവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സ്റേകൾക്ക് ഏറ്റവും ഉയർന്ന ആവൃത്തിയും ഊർജ്ജവുമുണ്ട്, അതേസമയം റേഡിയോ തരംഗങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ആവൃത്തിയും ഊർജ്ജവുമാണ്. ഇൻഫ്രാറെഡ്, മൈക്രോവേവ് എന്നിവ ഈ ക്രമത്തിൽ മധ്യഭാഗത്ത് വരുന്നു. ഡോപ്ലർ പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? ഏതു വർഷം? ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനായ ക്രിസ്ത്യൻ ഡോപ്ലർ 1842-ൽ ഡോപ്ലർ പ്രഭാവം കണ്ടെത്തി. ശബ്ദത്തിന്റെയോ പ്രകാശത്തിന്റെയോ ഉറവിടവും നിരീക്ഷകനും തമ്മിൽ ആപേക്ഷിക ചലനമുണ്ടാകുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തിയിലോ തരംഗദൈർഘ്യത്തിലോ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഡോപ്ലർ പ്രഭാവം. ഇത് നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും ചലനം പഠിക്കുന്നതിനും മെഡിക്കൽ ഇമേജിംഗിനും റഡാർ സാങ്കേതികവിദ്യയിലും വ്യാപകമായി ഉപയോഗിക്കുന്നു. ഏതു വിറ്റാമിന്റെ കുറവാണ് രക്തസ്രാവ സാധ്യതയിലേക്ക് ബ്ലീഡിംഗ് ഡയാഥസിസ് നയിക്കുന്നത്? വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്.
ഇതിന്റെ കുറവ് രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും അമിത രക്തസ്രാവത്തിനും ചതവുകൾക്കും കാരണമാകുകയും ചെയ്യാം. പുരുഷന്മാരിൽ വന്ധ്യതയുമായും സ്ത്രീകളിൽ ഗർഭം അലസലുമായും ബന്ധപ്പെട്ട വിറ്റാമിൻ കുറവ് ഏതാണ്? വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ഒരു ആന്റിഓക്സിഡന്റാണ്. ഇത് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ കുറവ് പ്രത്യുൽപാദന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ചും പുരുഷന്മാരിലെ വന്ധ്യതയും സ്ത്രീകളിലെ ഗർഭം അലസാനുള്ള സാധ്യതയും. റിക്കറ്റ്സും ഓസ്റ്റിയോമലാസിയയും ഏതു വിറ്റാമിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനും എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ കുറവ് കുട്ടികളിൽ റിക്കറ്റ്സിനും, എല്ലുകൾ മൃദുവാകുകയും ദുർബലമാവുകയും ചെയ്യുക, മുതിർന്നവരിൽ ഓസ്റ്റിയോമലാസിയയ്ക്കും കാരണമാകുന്നു. സ്കർവി ഏതു വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ സി, അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് കൊളാജിൻ ഉൽപാദനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ കുറവ് സ്കർവിക്ക് കാരണമാകുന്നു. ഇത് മോണയിലെ രക്തസ്രാവം, ക്ഷീണം, മുറിവുകൾ ഉണങ്ങാൻ താമസം എന്നിവയ്ക്ക് കാരണമാകും. ഗർഭകാലത്ത് ഏതു വിറ്റാമിന്റെ കുറവാണ് നവജാത ശിശുക്കളിൽ ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? വിറ്റാമിൻ ബി9, ഫോളിക് ആസിഡ്. വിറ്റാമിൻ ബി9 അഥവാ ഫോളിക് ആസിഡ് കോശവളർച്ചയ്ക്കും ഡിഎൻഎയുടെ രൂപീകരണത്തിനും നിർണായകമാണ്. ഗർഭകാലത്ത് ഇതിന്റെ മതിയായ അളവിലുള്ള ഉപഭോഗം നവജാത ശിശുക്കളിൽ സ്പൈന ബിഫിഡ പോലുള്ള ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയാൻ സഹായിക്കുന്നു. ഡെർമറ്റൈറ്റിസും എൻട്രൈറ്റിസും ഏതു വിറ്റാമിന്റെ കുറവിന്റെ ലക്ഷണങ്ങളാണ്? വിറ്റാമിൻ ബി7, ബയോട്ടിൻ. വിറ്റാമിൻ ബി7 അഥവാ ബയോട്ടിൻ കോശവളർച്ചയ്ക്കും കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ ഉപാപചയത്തിനും ആവശ്യമായ ഒരു പ്രധാന വിറ്റാമിനാണ്. ഇതിന്റെ കുറവ് ചർമ്മരോഗങ്ങൾ, ദഹനപ്രശ്നങ്ങൾ, മുടികൊഴിച്ചിൽ, നാഡീപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവാം. മുട്ടയുടെ മഞ്ഞക്കരു, കരൾ, നട്ട്സ്, പയർവർഗ്ഗങ്ങൾ എന്നിവ ബയോട്ടിന്റെ മികച്ച സ്രോതസ്സുകളാണ്. അനീമിയയും പെരിഫറൽ ന്യൂറോപ്പതിയും ഏതു വിറ്റാമിന്റെ കുറവ് മൂലമുണ്ടാകാം? വിറ്റാമിൻ ബി6, പിരിഡോക്സിൻ. വിറ്റാമിൻ ബി6 അഥവാ പിരിഡോക്സിൻ ശരീരത്തിലെ 100-ലധികം എൻസൈം പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇതിന്റെ കുറവ് അനീമിയ, നാഡീവ്യവസ്ഥാ പ്രശ്നങ്ങൾ, വിഷാദം എന്നിവയ്ക്ക് കാരണമാകാം. ഇത് പ്രധാനമായും മാംസം, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നു. പാരസ്തേഷ്യയുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ കുറവ് ഏതാണ്? വിറ്റാമിൻ ബി5, പാൻഡോതെനിക് ആസിഡ്. വിറ്റാമിൻ ബി5 അഥവാ പാൻഡോതെനിക് ആസിഡ് ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിന്റെ കുറവ് വളരെ അപൂർവമാണ്, പക്ഷേ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാരസ്തേഷ്യ, തരിപ്പ്, ക്ഷീണം, പേശിവേദന എന്നിവയ്ക്ക് കാരണമാവാം. മിക്ക ഭക്ഷണങ്ങളിലും ഇത് അടങ്ങിയിട്ടുള്ളതിനാൽ സാധാരണയായി ഇതിന്റെ കുറവ് കാണാറില്ല. ഏതു വിറ്റാമിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര? വിറ്റാമിൻ ബി3, നിയാസിൻ. പെല്ലഗ്ര എന്നത് വിറ്റാമിൻ ബി3 അഥവാ നിയാസിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. ചർമ്മരോഗങ്ങൾ, ഡെർമാറ്റൈറ്റിസ്, വയറിളക്കം, ഡയറിയ, ഓർമ്മക്കുറവ്, ബുദ്ധിഭ്രമം, ഡെമെൻഷ്യ എന്നീ 3D ലക്ഷണങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. മാംസം, ധാന്യങ്ങൾ, നട്ട്സ് എന്നിവ നിയാസിന്റെ പ്രധാന സ്രോതസ്സുകളാണ്. ആഘാതത്തിന്റെ സ്ട്രെസ് സി യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ എം വർഗം എൻ എം വർഗം. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തെ അതിന്റെ വിസ്തീർണം കൊണ്ട് ഹരിക്കുന്നതാണ് ആഘാതം, സ്ട്രെസ്. അതിന്റെ സി യൂണിറ്റ് പാസ്കൽ, പാ എന്നും അറിയപ്പെടുന്നു. ഇത് ന്യൂട്ടൺ ചതുരശ്ര മീറ്ററിന് തുല്യമാണ്. ഇത് ഒരു വസ്തുവിന്റെ ഭാരം താങ്ങാനുള്ള കഴിവിനെ അളക്കാൻ ഉപയോഗിക്കുന്നു. വിരൂപണത്തിന്റെ സ്ട്രെയിൻ യൂണിറ്റ് എന്താണ്? വിരൂപണം ഒരു അളവില്ലാത്ത രാശിയാണ്, അതിനാൽ അതിന് യൂണിറ്റില്ല. ഒരു വസ്തുവിൽ ആഘാതം, സ്ട്രെസ് പ്രയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന രൂപമാറ്റത്തെയാണ് വിരൂപണം, സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് അളക്കപ്പെടുന്നത് യഥാർത്ഥ അളവിനെ അപേക്ഷിച്ച് രൂപമാറ്റത്തിന്റെ അനുപാതമായിട്ടാണ്. ഒരേ അളവുകൾ തമ്മിലുള്ള അനുപാതമായതുകൊണ്ട് വിരൂപണത്തിന് യൂണിറ്റില്ല. ഒരു വസ്തുവിന്റെ ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ ഹൂക്കിന്റെ നിയമം എന്താണ് പറയുന്നത്? ഒരു വസ്തുവിന്റെ ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ അതിൽ പ്രയോഗിക്കുന്ന ആഘാതം, സ്ട്രെസ് ഉണ്ടാകുന്ന വിരൂപണത്തിന് സ്ട്രെയിൻ
നേരിട്ട് ആനുപാതികമായിരിക്കും എന്ന് ഹൂക്കിന്റെ നിയമം പറയുന്നു. ഹൂക്കിന്റെ നിയമമനുസരിച്ച് ഒരു വസ്തുവിൽ അതിന്റെ ഇലാസ്റ്റിക് പരിധിക്കുള്ളിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന രൂപമാറ്റം പ്രയോഗിക്കുന്ന ബലത്തിന് നേരിട്ട് ആനുപാതികമായിരിക്കും. ഇത് സ്പ്രിങ്ങുകളുടെയും മറ്റ് ഇലാസ്റ്റിക് വസ്തുക്കളുടെയും സ്വഭാവം വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നു. കൂടാതെ എഞ്ചിനീയറിംഗിൽ മെറ്റീരിയലുകളുടെ രൂപകൽപ്പനയ്ക്ക് ഇത് പ്രധാനമാണ്. ഏത് തരം തരംഗങ്ങൾക്കാണ് അവയുടെ പ്രചരണത്തിന് ഒരു ഭൗതിക മാധ്യമം ആവശ്യമായി വരുന്നത്? യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ്. യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ്, ഊർജ്ജം കൈമാറാൻ ഒരു ഭൗതിക മാധ്യമം, ഉദാഹരണത്തിന് വായു, വെള്ളം, കരവസ്തുക്കൾ ആവശ്യമായ തരംഗങ്ങളാണ്. ശബ്ദതരംഗങ്ങൾ, ജലതരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ എന്നിവയെല്ലാം യാന്ത്രിക തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അവ ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല. യാന്ത്രിക തരംഗങ്ങളിൽ മാധ്യമത്തിലെ കണികകൾ തരംഗ പ്രചരണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നത് ഏതുതരം തരംഗങ്ങളിലാണ്? അനുദൈർഘ്യ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങളിൽ മാധ്യമത്തിലെ കണികകൾ തരംഗം സഞ്ചരിക്കുന്ന അതേ ദിശയിൽ മുന്നോട്ടും പിന്നോട്ടും കമ്പനം ചെയ്യുന്നു. ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. അവക്ക് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. യാന്ത്രിക തരംഗങ്ങളിൽ മാധ്യമത്തിലെ കണികകൾ തരംഗ പ്രചരണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നത് ഏതുതരം തരംഗങ്ങളിലാണ്? അനുപ്രസ്ഥ തരംഗങ്ങൾ. അനുപ്രസ്ഥ തരംഗങ്ങളിൽ മാധ്യമത്തിലെ കണികകൾ തരംഗം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ലംബമായി മുകളിലേക്കും താഴേക്കും കമ്പനം ചെയ്യുന്നു. വെള്ളത്തിലെ തരംഗങ്ങളും പ്രകാശതരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഗ്ലോസിറ്റിസ്, ആംഗുലാർ സ്റ്റോമാറ്റിറ്റിസ് എന്നിവ പ്രധാന ലക്ഷണങ്ങളായ അറിബോഫ്ലേവിനോസിസ് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ്? വിറ്റാമിൻ B2, റൈബോഫ്ലേവിൻ. അറിബോഫ്ലേവിനോസിസ് എന്നത് വിറ്റാമിൻ B2 അഥവാ റൈബോഫ്ലേവിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. നാവിലെ വീക്കം, ഗ്ലോസൈറ്റിസ്, വായുടെ കോണുകളിലെ വിള്ളലുകൾ, ആംഗ്യുലർ സ്റ്റോമറ്റൈറ്റിസ്, ചുണ്ടുകൾക്ക് വരൾച്ച, ചേലോസസ് എന്നിവ ഇതിന്റെ സാധാരണ ലക്ഷണങ്ങളാണ്. പാൽ, മുട്ട, ഇലക്കറികൾ എന്നിവ റൈബോഫ്ലേവിന്റെ നല്ല ഉറവിടങ്ങളാണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഏതു വിറ്റാമിന്റെ കുറവ് മൂലമുണ്ടാകാം? വിറ്റാമിൻ B12, സയനോകോബാലാമിൻ. വിറ്റാമിൻ B12 അഥവാ സയനോകോബാലാമിന്റെ കുറവ് ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തെ ബാധിക്കുകയും മെഗാലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇത് നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും DNA സമന്വയത്തിനും അത്യാവശ്യമാണ്. മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. അതിനാൽ സസ്യാഹാരികൾക്ക് ഇതിന്റെ കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബെറിബെറി, വെർണിക്കെ കോർസക്കോഫ് സിൻഡ്രോം എന്നിവയ്ക്ക് ഏതു വിറ്റാമിന്റെ കുറവാണ് കാരണം? വിറ്റാമിൻ B1, തയാമിൻ. വിറ്റാമിൻ B1 അഥവാ തയാമിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് ബെറിബെറി, വെർണിക്കെ കോർസക്കോഫ് സിൻഡ്രോം എന്നിവ. ബെറിബെറി ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും ബാധിക്കുമ്പോൾ വെർണിക്കെ കോർസക്കോഫ് സിൻഡ്രോം ഓർമ്മക്കുറവ്, ആശയക്കുഴപ്പം, കാഴ്ച പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മാംസം എന്നിവ തയാമിന്റെ മികച്ച ഉറവിടങ്ങളാണ്. രാത്രി അന്ധയും കെരാറ്റോമലേഷ്യയും ഏതു വിറ്റാമിന്റെ കുറവിന്റെ ലക്ഷണങ്ങളാണ്? വിറ്റാമിൻ A, റെറ്റിനോൾ. രാത്രി അന്ധയും കെരാറ്റോമലേഷ്യയും വിറ്റാമിൻ A അഥവാ റെറ്റിനോളിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങളാണ്. കാഴ്ചശക്തി, രോഗപ്രതിരോധശേഷി, ചർമ്മത്തിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് വിറ്റാമിൻ A അത്യാവശ്യമാണ്. കാരറ്റ്, പപ്പായ, മധുരക്കിഴങ്ങ്, ഇലക്കറികൾ എന്നിവ വിറ്റാമിൻ Aയുടെ മികച്ച സ്രോതസ്സുകളാണ്. ചർമ്മത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന രോഗബാധയുള്ള പരിസ്ഥിതിയിലൂടെയോ മൃഗങ്ങളിലൂടെയോ പകരുന്ന ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ബാസിലസ് ആന്ത്രാസിസ്, ബസിലസ് ആന്ത്രസിസ്. ആന്ത്രാക്സ് എന്ന ഗുരുതര രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. ഇത് പ്രധാനമായും മൃഗങ്ങളിലാണ് കാണപ്പെടുന്നത്, എന്നാൽ മലിനമായ പരിസ്ഥിതിയിലൂടെയോ മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയോ മനുഷ്യരിലേക്ക് പകരാം. ശ്വാസകോശത്തെയും ചർമ്മത്തെയും ദഹനവ്യവസ്ഥയെയും ഇത് ബാധിക്കാം. സെർവിക്സ്, കണ്ണ്, മൂത്രനാളി എന്നിവയെ ബാധിക്കുകയും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതുമായ ക്ലമീഡിയൽ യൂറിത്രൈറ്റിസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലമീഡിയ ട്രാക്കോമാറ്റിസ്, ക്ലമിഡിയ ട്രക്കോമറ്റിസ്.
ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു സാധാരണ രോഗമായ ക്ലമീഡിയൽ യൂറിത്രൈറ്റിസിന് കാരണം. ഇത് സ്ത്രീകളിൽ സെർവിക്സിനെയും പുരുഷന്മാരിൽ മൂത്രനാളിയെയും ബാധിക്കാം, കൂടാതെ കണ്ണിലെ അണുബാധയ്ക്കും ട്രക്കോമ കാരണമാകും. സമയബന്ധിതമായ ചികിത്സയിലൂടെ ഇത് ഭേദമാക്കാവുന്നതാണ്. വയറിനെ ബാധിക്കുകയും മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് കോളറ എന്ന രോഗത്തിന് കാരണം. ഇത് പ്രധാനമായും കുടലിനെയാണ് ബാധിക്കുന്നത്. മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഈ രോഗം അതിവേഗം പടരുന്നു. പ്രധാനമായും മൂക്കിനെയും തൊണ്ടയെയും ബാധിക്കുകയും രോഗബാധിതനായ ഒരാളിലൂടെ പകരുന്നതുമായ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? കോറിനെബാക്ടീരിയം ഡിഫ്തീരിയെ. കോറിനെബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന ബാക്ടീരിയയാണ് ഡിഫ്തീരിയ രോഗത്തിന് ഹേതു. ഈ രോഗം സാധാരണയായി മൂക്കിനെയും തൊണ്ടയെയും ബാധിക്കുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. രോഗബാധിതനായ വ്യക്തിയുടെ സ്രവങ്ങളിലൂടെയാണ് ഇത് പകരുന്നത്. മൂത്രനാളി വ്യവസ്ഥയെ ബാധിക്കുകയും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതുമായ ഗുണേറിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? നെയ്സീറിയ ഗുണേറിയെ. നെയ്സീറിയ ഗുണേറിയ എന്ന ബാക്ടീരിയയാണ് ഗുണേറിയ എന്ന ലൈംഗികമായി പകരുന്ന രോഗത്തിന് കാരണമാകുന്നത്. ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും മൂത്രനാളി, ജനനേന്ദ്രിയം, മലദ്വാരം, തൊണ്ട എന്നിവിടങ്ങളിൽ അണുബാധയുണ്ടാക്കാം. ജലത്തിന്റെ താപനില 0 ഡിഗ്രി സിയിൽ നിന്ന് 4 ഡിഗ്രി സിയിലേക്ക് ഉയരുമ്പോൾ വ്യാപ്തത്തിൽ കാണിക്കുന്ന അദ്വിതീയ സ്വഭാവം എന്താണ്? അതിന്റെ വ്യാപ്തം കുറയുന്നു. ജലം 0 ഡിഗ്രി സിയിൽ നിന്ന് 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപം കൂടുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുകയും സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. 4 ഡിഗ്രി സെൽഷ്യസിൽ ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുണ്ട്. അതിനുശേഷം താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടാൻ തുടങ്ങും. ജലത്തിന്റെ താപനില 0 ഡിഗ്രി സിയിൽ നിന്ന് 4 ഡിഗ്രി സിയിലേക്ക് ഉയരുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുന്ന പ്രതിഭാസം എന്തു പേരിൽ അറിയപ്പെടുന്നു? ജലത്തിന്റെ അസാധാരണ വികാസം, അനോമലസ് എക്സ്പാൻഷൻ. സാധാരണയായി വസ്തുക്കൾക്ക് താപം കൂടുമ്പോൾ വ്യാപ്തം കൂടുകയും താപം കുറയുമ്പോൾ വ്യാപ്തം കുറയുകയും ചെയ്യും. എന്നാൽ ജലം 0 ഡിഗ്രി സിനും 4 ഡിഗ്രി സിനും ഇടയിൽ ഈ പൊതുവായ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനാൽ ഇതിനെ ജലത്തിന്റെ അസാധാരണ വികാസം എന്ന് വിളിക്കുന്നു. കരരൂപത്തിലുള്ള ഐസിന് ദ്രാവകരൂപത്തിലുള്ള ജലത്തേക്കാൾ സാന്ദ്രത കുറവാണെന്ന് വിശദീകരിക്കുന്ന ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ജലത്തിന്റെ അസാധാരണ വികാസം. ജലം തണുത്ത ഐസാകുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സിയിലേക്ക് താപനില കുറയുമ്പോൾ അതിന്റെ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ ഐസ് ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ഇത് ജലജീവികൾക്ക് തണുത്തുറഞ്ഞ സാഹചര്യങ്ങളിലും നിലനിൽക്കാൻ സഹായിക്കുന്നു. താപപ്രേഷണത്തിന്റെ 3 പ്രധാന രീതികൾ ഏതെല്ലാം? ചാലനം, കണ്ടക്ഷൻ, സംവഹനം, കൺവെക്ഷൻ, വികിരണം, റേഡിയേഷൻ എന്നിവയാണ്. താപം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന 3 അടിസ്ഥാന രീതികളാണിത്. കരവസ്തുക്കളിൽ പ്രധാനമായും ചാലനം വഴിയും, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും സംവഹനം വഴിയും, ശൂന്യതയിലൂടെ പോലും വികിരണം വഴിയും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ചാലനം എന്ന പ്രക്രിയയിൽ താപം എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കാതെ തന്നെ അവയുടെ കമ്പനം വഴി താപം അടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പ്രധാനമായും കരവസ്തുക്കളിലാണ് ചാലനം നടക്കുന്നത്. താപം ലഭിക്കുമ്പോൾ തന്മാത്രകൾ കമ്പനം ചെയ്യുകയും ഈ ഊർജ്ജം അടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ താപം വസ്തുവിലൂടെ കടന്നുപോകുന്നു. താപപ്രേഷണം പ്രധാനമായും സംവഹനം വഴി നടക്കുന്നത്. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥകളിലാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംവിധാനം എന്താണ്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് ഇത് പ്രധാനമായും നടക്കുന്നത്. തന്മാത്രകളുടെ ചലനം, ഒഴുകി നീങ്ങൽ വഴിയാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ദ്രാവകങ്ങളിലോ വാതകങ്ങളിലോ ചൂടായ ഭാഗത്തെ തന്മാത്രകൾക്ക് സാന്ദ്രത കുറയുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. തണുത്തതും സാന്ദ്രത കൂടിയതുമായ തന്മാത്രകൾ താഴേക്ക് വന്ന് ചൂടാകുന്നു. ഈ ചലനം വഴി താപം കൈമാറ്റം ചെയ്യപ്പെടുന്നു. വായു ചൂടാകുന്നതിനുള്ള പ്രാഥമിക പ്രക്രിയ ഏതാണ്? സംവഹനം. ഭൂമിയുടെ ഉപരിതലത്തിന് സമീപമുള്ള വായു ചൂടാകുമ്പോൾ സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുന്നു. ഈ ഒഴുക്ക് സംവഹന പ്രവാഹങ്ങൾക്ക് കാരണമാകുന്നു. ഇത് അന്തരീക്ഷത്തിൽ താപം വ്യാപിക്കാൻ സഹായിക്കുന്നു.
വികിരണം വഴി താപം എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ഇത് എവിടെയെല്ലാം സഞ്ചരിക്കാൻ കഴിയും? ഇത് വൈദ്യുതകാന്തിക തരംഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്, കൂടാതെ ശൂന്യതയിലൂടെ പോലും ഇതിന് സഞ്ചരിക്കാൻ കഴിയും. വികിരണത്തിന് താപം കൈമാറ്റം ചെയ്യാൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്, ഇത് ശൂന്യതയിലൂടെയുള്ള താപപ്രേഷണത്തിന് ഒരു ഉദാഹരണമാണ്. താപവികിരണം എത്ര വേഗതയിൽ സഞ്ചരിക്കുന്നു? പ്രകാശത്തിന്റെ വേഗതയിൽ. താപവികിരണം, ഹീറ്റ് റേഡിയേഷൻ, ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തരം വൈദ്യുതകാന്തിക തരംഗമാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് ഈ പ്രതിഭാസം വഴിയാണ്. ഇത് ശൂന്യതയിലൂടെയും വേഗത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള താപം ഏത് രൂപത്തിലാണ് ഭൂമിയിലെത്തുന്നത്? വികിരണ രൂപത്തിൽ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണം, റേഡിയേഷൻ വഴിയാണ്. ഈ പ്രക്രിയയ്ക്ക് മാധ്യമത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ശൂന്യമായ ബഹിരാകാശത്തിലൂടെയും താപം പ്രകാശത്തിന്റെ വേഗതയിൽ ഭൂമിയിലെത്തുന്നു. ന്യൂട്ടന്റെ തണുപ്പിക്കൽ നിയമം വ്യക്തമാക്കുക. ഒരു വസ്തുവിന്റെ തണുക്കൽ നിരക്ക് വസ്തുവും അതിന്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള താപനില വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ന്യൂട്ടന്റെ തണുപ്പിക്കൽ നിയമം, ന്യൂട്ടൺ എസ് ലോ ഓഫ് കൂളിംഗ് അനുസരിച്ച്, ഒരു വസ്തുവിന് ചുറ്റുപാടുമായി താപനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് വേഗത്തിൽ തണുക്കുന്നു. താപനില വ്യത്യാസം കുറയുന്നതിനനുസരിച്ച് തണുക്കൽ നിരക്കും കുറയും. ഇത് താപ കൈമാറ്റത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. കിർച്ചോഫിന്റെ വികിരണ നിയമമനുസരിച്ച് താപഗതിക സന്തുലിതാവസ്ഥയിൽ ഒരു വ്യവസ്ഥയുടെ ആഗിരണശേഷിയും ഉത്സർജനശേഷിയും തമ്മിലുള്ള ബന്ധമെന്താണ്? അതിന്റെ ആഗിരണശേഷി അതിന്റെ ഉത്സർജനശേഷിക്ക് തുല്യമായിരിക്കും. കിർച്ചോഫിന്റെ വികിരണ നിയമം, കഷോഫ്സ് റേഡിയേഷൻ ലോ, താപഗതിക സന്തുലിതാവസ്ഥയിൽ ഒരു വസ്തുവിന് താപം ആഗിരണം ചെയ്യാനുള്ള ശേഷിയും താപം പുറത്തുവിടാനുള്ള ശേഷിയും തുല്യമാണെന്ന് പറയുന്നു. ഇത് തെർമോഡൈനാമിക്സിലെ ഒരു പ്രധാന തത്വമാണ്, കൂടാതെ ഒരു നല്ല ആഗിരണ വസ്തു ഒരു നല്ല ഉത്സർജന വസ്തുവായിരിക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ദ്രവ്യത്തിന്റെ 3 അടിസ്ഥാന അവസ്ഥകൾ ഏതെല്ലാം? ഖരം, ദ്രാവകം, വാതകം. ദ്രവ്യത്തിന്റെ 3 അടിസ്ഥാന അവസ്ഥകൾ ഖരം, സോളിഡ്, ദ്രാവകം, ലിക്വിഡ്, വാതകം, ഗ്യാസ് എന്നിവയാണ്. ഈ അവസ്ഥകൾ തന്മാത്രകളുടെ ക്രമീകരണത്തിലും അവയുടെ ചലനത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നിവ കൂടുതൽ ആധുനിക അവസ്ഥകളാണ്. ദ്രവ്യത്തിന്റെ ഖരാവസ്ഥയിലെ തന്മാത്രാ ക്രമീകരണവും അവയ്ക്കിടയിലുള്ള ബലങ്ങളും വിവരിക്കുക. തന്മാത്രകൾ ശക്തമായ ആകർഷണബലങ്ങളാൽ അടുത്തടുത്ത് ചേർന്ന് സ്ഥിരമായ ഒരു ജ്യാമിതീയ ഘടന രൂപപ്പെടുത്തുന്നു. ഖരാവസ്ഥയിൽ തന്മാത്രകൾ വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു, അവയെ ശക്തമായ ആകർഷണബലങ്ങൾ ബന്ധിപ്പിച്ചു നിർത്തുന്നു. ഇത് ഖരവസ്തുക്കൾക്ക് ഒരു നിശ്ചിത ആകൃതിയും വ്യാപ്തിയും നൽകുന്നു. തന്മാത്രകൾക്ക് അവയുടെ സ്ഥാനത്തുനിന്ന് ആന്തോളനം, വൈബ്രേഷൻ ചെയ്യാൻ മാത്രമേ കഴിയൂ, സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല. ഖരവസ്തുക്കളിൽ സാധാരണയായി ഇല്ലാത്ത തന്മാത്രാ ചലനം ഏതാണ്? സ്ഥാനാന്തര ചലനം, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്കുള്ള ചലനം. ഖരവസ്തുക്കളിൽ തന്മാത്രകൾക്ക് അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് ആന്തോളനം ചെയ്യാൻ മാത്രമേ കഴിയൂ. അവയ്ക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്ന സ്ഥാനാന്തര ചലനം, ട്രാൻസ്ലേറ്ററി മോഷൻ, സാധ്യമല്ല, കാരണം അവയെ ശക്തമായ ആകർഷണബലങ്ങൾ ഒരു നിശ്ചിത ഘടനയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ദ്രാവകങ്ങളിലെ തന്മാത്രാ ബലങ്ങൾ ഖരവസ്തുക്കളിലേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ദ്രാവകങ്ങളിലെ തന്മാത്രാ ബലങ്ങൾ ഖരവസ്തുക്കളിലേതിനേക്കാൾ താരതമ്യേന കുറവാണ്. ദ്രാവകാവസ്ഥയിൽ തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണബലങ്ങൾ ഖരവസ്തുക്കളിലേതിനേക്കാൾ ദുർബലമാണ്. ഈ ബലങ്ങൾ തന്മാത്രകളെ ഒരുമിച്ച് നിർത്താൻ പര്യാപ്തമാണെങ്കിലും അവയ്ക്ക് സ്വതന്ത്രമായി ഒഴുകാനും പാത്രത്തിന്റെ ആകൃതി എടുക്കാനും ഇത് അനുവദിക്കുന്നു. ദ്രാവകാവസ്ഥയിലെ തന്മാത്രകളുടെ ചലനം വിവരിക്കുക. തന്മാത്രകൾക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുമെങ്കിലും അവ ദ്രാവകത്തിന്റെ അതിരുകൾക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നു. ദ്രാവകാവസ്ഥയിൽ തന്മാത്രകൾക്ക് സ്വതന്ത്രമായി ചലിക്കാൻ കഴിയും, എന്നാൽ അവ ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. തന്മാത്രകൾക്കിടയിലുള്ള ബലങ്ങൾ ഖരവസ്തുക്കളിലേതിനേക്കാൾ ദുർബലമായതിനാൽ അവയ്ക്ക് സ്ഥാനാന്തര ചലനം സാധ്യമാണ്, ഇത് ദ്രാവകങ്ങൾക്ക് ഒഴുകാനുള്ള കഴിവ് നൽകുന്നു. ദ്രവ്യത്തിന്റെ വാതകാവസ്ഥയിലെ തന്മാത്രാ ബലങ്ങളുടെ സ്വഭാവം എന്താണ്? തന്മാത്രകൾക്കിടയിലുള്ള തന്മാത്രാ ബലങ്ങൾ ഏകദേശം 0 ആണ്.
വാതകാവസ്ഥയിൽ തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണബലങ്ങൾ വളരെ ദുർബലമോ ഏകദേശം ഇല്ലാത്തതോ ആണ്. ഇത് തന്മാത്രകളെ ഒരു പാത്രത്തിനുള്ളിൽ സ്വതന്ത്രമായും ക്രമരഹിതമായും അതിവേഗത്തിലും ചലിക്കാൻ അനുവദിക്കുന്നു. അതിനാൽ വാതകങ്ങൾക്ക് നിശ്ചിത ആകൃതിയോ വ്യാപ്തിയോ ഇല്ല. വാതകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിന്റെ ആകൃതിയുടെയും വ്യാപ്തത്തിന്റെയും സവിശേഷതകൾ എന്തൊക്കെയാണ്? ആകൃതിയും വ്യാപ്തവും അനിശ്ചിതമാണ്. വാതക തന്മാത്രകൾക്ക് അവയെ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയും വ്യാപ്തവും സ്വീകരിക്കാൻ കഴിയും. അവയുടെ തന്മാത്രകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ ഒരു നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ല. പദാർത്ഥത്തിന്റെ അവസ്ഥതാമാറ്റം എന്നതിനെക്കുറിച്ചുള്ള പൊതുവായ നിർവചനം എന്താണ്? ഒരു പദാർത്ഥം ഒരു ഭൗതിക അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുന്ന പ്രക്രിയയാണിത്. ഇത് പലപ്പോഴും താപം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. പദാർത്ഥങ്ങൾക്ക് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ എന്നിങ്ങനെ വിവിധ അവസ്ഥകളുണ്ട്. ഊർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നതിലൂടെയാണ് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം സാധാരണയായി നടക്കുന്നത്. ഒരു ഖരവസ്തുവിന്റെ ദ്രവണാങ്കം നിർവചിക്കുക. ഒരു ഖരവസ്തു ഉരുകി ദ്രാവകമായി മാറാൻ തുടങ്ങുന്ന താപനില. ദ്രവണാങ്കം എന്നത് ഒരു പദാർത്ഥം ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന താപനിലയാണ്. ഓരോ പദാർത്ഥത്തിനും അതിന്റേതായ ഒരു പ്രത്യേക ദ്രവണാങ്കം ഉണ്ടായിരിക്കും. ഒരു ദ്രാവകത്തിന്റെ തിളനില നിർവചിക്കുക. ഒരു ദ്രാവകം തിളച്ച് വാതകമായി നീരാവി മാറാൻ തുടങ്ങുന്ന താപനില. തിളനില എന്നത് ഒരു ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങുന്ന താപനിലയാണ്. ഈ താപനിലയിൽ ദ്രാവകത്തിന്റെ ബാഷ്പമർദ്ദം അന്തരീക്ഷമർദ്ദത്തിന് തുല്യമാകുന്നു. ഘനീഭവനം നിർവചിക്കുക. ഒരു പദാർത്ഥം നീരാവി, വാതക അവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. ഘനീഭവനം എന്നത് ബാഷ്പീകരണം അഥവാ തിളപ്പിക്കൽ എന്നിവയുടെ വിപരീത പ്രക്രിയയാണ്. താപം പുറത്തുവിട്ടാണ് ഈ അവസ്ഥാമാറ്റം സംഭവിക്കുന്നത്. മേഘരൂപീകരണത്തിലും മഞ്ഞുണ്ടാകുന്നതിലുമെല്ലാം ഈ പ്രക്രിയ കാണാം. തിളപ്പിക്കലിന്റെ അല്ലെങ്കിൽ ബാഷ്പീകരണത്തിന്റെ വിപരീത പ്രക്രിയ എന്താണ്? ഘനീഭവനം. തിളപ്പിക്കലും ബാഷ്പീകരണവും ഒരു ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയയാണ്. എന്നാൽ ഘനീഭവനം ഒരു വാതകം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ്. അതിനാൽ ഘനീഭവനം ഇവയുടെ വിപരീത പ്രക്രിയയാണ്. ഒരു ദ്രാവകത്തിലേക്ക് ഒരു ലായകം ലയിപ്പിക്കുന്നത് അതിന്റെ തിളനിലയെ എങ്ങനെ ബാധിക്കുന്നു? ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. ഒരു അബാഷ്പീകരണശേഷിയുള്ള നോൺ വോളറ്റൈൽ ലായകം ഒരു ദ്രാവകത്തിൽ ലയിപ്പിക്കുമ്പോൾ ദ്രാവകത്തിന്റെ ബാഷ്പമർദ്ദം കുറയുകയും അത് കാരണം തിളനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് കോളിഗേറ്റീവ് ഗുണങ്ങളിൽ ഒന്നാണ്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ശുദ്ധജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. കടൽ നിരപ്പിലുള്ള സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ 101.325 കിലോപാസ്കൽ ശുദ്ധജലം 100 ഡിഗ്രി സിയിൽ തിളക്കാൻ തുടങ്ങുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നതിനാൽ ജലത്തിന്റെ തിളനിലയും കുറയും. ലീനതാപം നിർവചിക്കുക. ഒരു പദാർത്ഥം അവസ്ഥതാമാറ്റത്തിന് വിധേയമാകുമ്പോൾ, ഉദാഹരണത്തിന് ദ്രവീകരിക്കുക, തിളയ്ക്കുക, അതിന്റെ താപനിലയിൽ മാറ്റം വരാതെ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന താപ ഊർജ്ജമാണ് ലീനതാപം. ലീനതാപം ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥ മാറ്റാൻ ആവശ്യമായ ഊർജ്ജമാണ്, താപനില മാറ്റാതെ തന്നെ. ഈ ഊർജ്ജം തന്മാത്രകളുടെ ബന്ധനങ്ങളെ വേർപെടുത്താനോ പുതിയ ബന്ധനങ്ങൾ സ്ഥാപിക്കാനോ ഉപയോഗിക്കുന്നു. ദ്രവണത്തിന്റെ ലീനതാപം നിർവചിക്കുക. ഒരു ഖരവസ്തുവിന്റെ യൂണിറ്റ് പിണ്ഡത്തെ അതിന്റെ ദ്രവണാങ്കത്തിൽ താപനിലയിൽ മാറ്റം വരുത്താതെ ദ്രാവകമാക്കി മാറ്റാൻ ആവശ്യമായ താപത്തിന്റെ അളവ്. ദ്രവണത്തിന്റെ ലീനതാപം എന്നത് ഒരു ഖരവസ്തുവിനെ ദ്രാവകമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ്. ഇത് ഓരോ പദാർത്ഥത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് ഐസിന്റെ ലീനതാപം 334 KILOJOULEPER ആണ്. ഐസിന്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? 80 കലോറി ഗ്രാം അല്ലെങ്കിൽ 3.34 ഗുണം 10 5 ജൂൾ കിലോ. ലീനതാപം എന്നാൽ ഒരു വസ്തുവിന്റെ താപനിലയിൽ മാറ്റം വരുത്താതെ അവസ്ഥ മാറ്റാൻ ആവശ്യമായ താപമാണ്. ഐസ് വെള്ളമായി മാറുന്ന പ്രക്രിയയിൽ താപനില കൂടാതെ തന്നെ 80 കലോറി ഗ്രാം താപം ആഗിരണം ചെയ്യുന്നു. 1 കിലോഗ്രാം ഐസിന് ഇത് 3.34 ഗുണം 10 5 ജൂളാണ്. ബാഷ്പീകരണ ലീനതാപം നിർവചിക്കുക.
ഒരു ദ്രാവകത്തിന്റെ യൂണിറ്റ് മാസിനെ താപനിലയിൽ മാറ്റം വരുത്താതെ അതിന്റെ തിളനിലയിൽ വാതകമാക്കി മാറ്റാൻ ആവശ്യമായ താപത്തിന്റെ അളവ്. ഒരു പദാർത്ഥം ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറാൻ ആവശ്യമായ താപമാണ് ബാഷ്പീകരണ ലീനതാപം. ഈ പ്രക്രിയയിൽ താപനില വ്യതിയാനം ഉണ്ടാകുന്നില്ല. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? 540 കലോറി ഗ്രാം അല്ലെങ്കിൽ 22.6 ഗുണം 10 ജൂൾ കിലോ. ജലം അതിന്റെ തിളനിലയായ 100 ഡിഗ്രി സി-യിൽ നീരാവിയായി മാറാൻ 540 കലോറി ഗ്രാം താപം ആഗിരണം ചെയ്യുന്നു. അതായത് 1 ഗ്രാം വെള്ളം നീരാവിയാകാൻ 540 കലോറി അധിക താപം ആവശ്യമാണ്, താപനിലയിൽ മാറ്റം വരുത്താതെ തന്നെ. എം പിണ്ഡമുള്ള ഒരു പദാർത്ഥത്തിന് എൽ ലീനതാപമുള്ളപ്പോൾ അവസ്ഥാമാറ്റത്തിന് ആവശ്യമായ താപത്തിന്റെ അളവ് ക്യൂ കണക്കാക്കാനുള്ള സൂത്രവാക്യം എന്താണ്? ക്യൂ സമം മില്ലിലീറ്റർ. ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥാമാറ്റത്തിന് ആവശ്യമായ താപം കണക്കാക്കാൻ ഈ സൂത്രവാക്യം ഉപയോഗിക്കുന്നു. ഇവിടെ ക്യൂ എന്നത് ആവശ്യമായ താപത്തിന്റെ അളവും എം എന്നത് പദാർത്ഥത്തിന്റെ പിണ്ഡവും എൽ എന്നത് അതിന്റെ ലീനതാപവുമാണ്. ലീനതാപത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ, കിലോ, ജൂൾ, കിലോഗ്രാം. ലീനതാപം എന്നത് യൂണിറ്റ് പിണ്ഡത്തിന് ആവശ്യമായ താപത്തിന്റെ അളവാണ്. SI യൂണിറ്റിൽ താപത്തിന്റെ യൂണിറ്റ് ജൂളും പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാമും ആയതുകൊണ്ട് ലീനതാപത്തിന്റെ SI യൂണിറ്റ് ജൂൾ കിലോഗ്രാമാണ്. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള തിളച്ച വെള്ളത്തേക്കാൾ 100 ഡിഗ്രി സിയിലുള്ള നീരാവിയിൽ നിന്നുള്ള പൊള്ളൽ കൂടുതൽ ഗുരുതരമാകുന്നത് എന്തുകൊണ്ടാണ്? തിളച്ച വെള്ളത്തേക്കാൾ നീരാവിക്ക് അധിക ബാഷ്പീകരണ ലീനതാപം 540 കലോറി ഗ്രാം ഉണ്ട്. ഈ അധിക താപം സാന്ദ്രീകരണ സമയത്ത് പുറത്തുവിടുകയും കൂടുതൽ ഗുരുതരമായ പൊള്ളലിന് കാരണമാവുകയും ചെയ്യുന്നു. നീരാവിക്ക് 100 ഡിഗ്രി സിയിലുള്ള വെള്ളത്തേക്കാൾ അധികമായി 540 കലോറി ഗ്രാം ലീനതാപം അടങ്ങിയിരിക്കുന്നു. ചർമ്മത്തിൽ തട്ടുമ്പോൾ നീരാവി വെള്ളമായി സാന്ദ്രീകരിക്കുകയും ഈ അധിക താപം ശരീരത്തിലേക്ക് പുറത്തുവിടുകയും ചെയ്യുന്നതുകൊണ്ടാണ് നീരാവിയിൽ നിന്നുള്ള പൊള്ളൽ കൂടുതൽ അപകടകരമാകുന്നത്. ബാഷ്പീകരണം നിർവചിക്കുക. ദ്രാവകരൂപത്തിലുള്ള ജലം വാതകരൂപത്തിലുള്ള ജലമായി നീരാവി മാറുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ജലത്തെ മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ബാഷ്പീകരണം എന്നത് ഒരു ദ്രാവകം അതിന്റെ തിളനിലയിൽ എത്താതെ തന്നെ വാതകമായി മാറുന്ന പ്രക്രിയയാണ്. ഈ പ്രകൃതിദത്തമായ പ്രക്രിയയിലൂടെയാണ് ജലചക്രത്തിൽ ജലം ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. മേഘങ്ങൾ പ്രധാനമായും എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ജലം എങ്ങനെയാണ് ഭൂമിയിലേക്ക് തിരികെ എത്തുന്നത്? ജലത്തിന്റെ ഉദാഹരണത്തിന് കടൽവെള്ളം തുടർച്ചയായ ബാഷ്പീകരണം വഴിയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. മഴയായി ജലം ഭൂമിയിലേക്ക് തിരികെ എത്തുന്നു. സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെ വെള്ളം ബാഷ്പീകരിച്ച് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. ഈ നീരാവി തണുത്ത് സാന്ദ്രീകരിക്കപ്പെട്ട് ചെറിയ ജലകണികകളായി മാറുകയും മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഈ ജലകണികകൾ വലുതായി മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങുന്നതിന് കാരണമായ പ്രക്രിയ എന്താണ്? ബാഷ്പീകരണം. നനഞ്ഞ വസ്ത്രങ്ങളിലെ ജലം ബാഷ്പീകരണം വഴി നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. വസ്ത്രങ്ങളിലെ ജലകണികകൾക്ക് ആവശ്യമായ താപം ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുമ്പോൾ അവ വാതകാവസ്ഥയിലേക്ക് മാറുകയും വസ്ത്രങ്ങൾ ഉണങ്ങുകയും ചെയ്യുന്നു. വരണ്ട കാറ്റും ഉയർന്ന താപനിലയും ബാഷ്പീകരണ നിരക്കിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? വരണ്ട, ഈർപ്പമില്ലാത്ത കാറ്റിലും ഉയർന്ന താപനിലയിലും ബാഷ്പീകരണം വേഗത്തിലാകുന്നു. വരണ്ട കാറ്റിൽ അന്തരീക്ഷത്തിൽ നീരാവിയുടെ അളവ് കുറവായതിനാൽ കൂടുതൽ ജലം ആഗിരണം ചെയ്യാൻ അതിന് കഴിയും. ഇത് ബാഷ്പീകരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഉയർന്ന താപനിലയിൽ ജലകണികകൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുകയും വേഗത്തിൽ നീരാവിയായി മാറുകയും ചെയ്യുന്നു. ബാഷ്പീകരണത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഒരു ദ്രാവകത്തിന്റെ തുറന്ന പ്രതലത്തിന്റെ വിസ്തീർണം, അതിന്റെ താപനില, ചുറ്റുമുള്ള വായുവിലെ ഈർപ്പം എന്നിവയെ ആശ്രയിച്ചിരിക്കും ബാഷ്പീകരണത്തിന്റെ നിരക്ക്. ബാഷ്പീകരണം എന്നത് ഒരു ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയയാണ്. പ്രതല വിസ്തീർണം കൂടുമ്പോൾ ബാഷ്പീകരണം വേഗത്തിലാകുന്നു. താപനില കൂടുമ്പോഴും ബാഷ്പീകരണത്തിന്റെ നിരക്ക് വർദ്ധിക്കുന്നു. എന്നാൽ ചുറ്റുമുള്ള വായുവിലെ ഈർപ്പം കൂടുമ്പോൾ ബാഷ്പീകരണത്തിന്റെ നിരക്ക് കുറയുന്നു. ഉൽപ്പതനം, സബ്ലിമേഷൻ നിർവചിക്കുകയും ഈ പ്രതിഭാസം കാണിക്കുന്ന ചില പദാർത്ഥങ്ങൾ ഏതാണെന്ന് പേര് നൽകുകയും ചെയ്യുക.
ഉൽപ്പതനം എന്നത് ഒരു കരവസ്തു ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുന്ന പ്രക്രിയയാണ്. അമോണിയം ക്ലോറൈഡ്, അയോഡിൻ, കർപ്പൂരം, നാഫ്തലീൻ എന്നിവ ഉദാഹരണങ്ങളാണ്. സാധാരണയായി കരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകമായി മാറുകയും പിന്നീട് വാതകമാവുകയും ചെയ്യുന്നു. എന്നാൽ ഉൽപ്പതനം വഴി ചില കരവസ്തുക്കൾക്ക് ദ്രാവകാവസ്ഥ ഒഴിവാക്കി നേരിട്ട് വാതകമാവാം. ഈ പ്രക്രിയ പദാർത്ഥങ്ങളുടെ വേർതിരിക്കലിനും ശുദ്ധീകരണത്തിനും ഉപയോഗിക്കാറുണ്ട്. ഒരു റെഫ്രിജറേറ്റർ എങ്ങനെയാണ് ഭക്ഷണം കേടാകാതെ സൂക്ഷിക്കാനും നശിച്ചുപോകാതിരിക്കാനും സഹായിക്കുന്നത്? താഴ്ന്ന താപനില നിലനിർത്തുന്നതിലൂടെ ബാക്ടീരിയകളുടെ വളർച്ച തടയുകയും അതുവഴി ഭക്ഷ്യവസ്തുക്കൾ അഴുകുന്നതും കേടാകുന്നതും തടയുകയും ചെയ്യുന്നു. കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ ബാക്ടീരിയ, ഫംഗസ് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്നു. ഇത് എൻസൈമാറ്റിക് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ഭക്ഷണത്തിലെ രാസമാറ്റങ്ങളെ വൈകിപ്പിക്കുകയും ചെയ്യുന്നു. തന്മൂലം ഭക്ഷണം ദീർഘകാലം കേടുകൂടാതെയിരിക്കുന്നു. ഈർപ്പം, ഹ്യൂമിഡിറ്റി നിർവചിക്കുക. വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിന്റെ അളവാണ് ഈർപ്പം. ഈർപ്പം എന്നത് വായുവിലെ ജലബാഷ്പത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് കാലാവസ്ഥയെയും മനുഷ്യന്റെ സുഖസൗകര്യങ്ങളെയും സാരമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. കേവല ആർദ്രത, ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി നിർവചിക്കുകയും അതിന്റെ സാധാരണ യൂണിറ്റ് ഏതാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുക. കേവല ആർദ്രത എന്നത് ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിന്റെ ആകെ പിണ്ഡമാണ്. ഇത് സാധാരണയായി ഒരു ഘനമീറ്ററിൽ എത്ര ഗ്രാം gm⁻³ എന്ന യൂണിറ്റിൽ പ്രകടിപ്പിക്കുന്നു. കേവല ആർദ്രത വായുവിലെ ജലബാഷ്പത്തിന്റെ യഥാർത്ഥ അളവിനെ നേരിട്ട് സൂചിപ്പിക്കുന്നു. ഇത് താപനില വ്യതിയാനങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ഒരു അളവാണ്. അതിനാൽ വിവിധ സ്ഥലങ്ങളിലെ ജലബാഷ്പത്തിന്റെ യഥാർത്ഥ സാന്ദ്രത താരതമ്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ആപേക്ഷിക ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നിർവചിക്കുക. ആപേക്ഷിക ആർദ്രത എന്നത് ഒരു നിശ്ചിത താപനിലയിൽ ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിന്റെ അളവും അതേ താപനിലയിലും വ്യാപ്തത്തിലും വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പത്തിന്റെ അളവും തമ്മിലുള്ള അനുപാതമാണ്. ആപേക്ഷിക ആർദ്രത വായു എത്രമാത്രം ജലബാഷ്പത്താൽ പൂരിതമായിരിക്കുന്നു എന്ന് ശതമാനത്തിൽ സൂചിപ്പിക്കുന്നു. ഇത് മനുഷ്യന്റെ സുഖസൗകര്യങ്ങളെയും കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ മഴ, മഞ്ഞ് എന്നിവയെയും കാര്യമായി സ്വാധീനിക്കുന്നു. 100% ആപേക്ഷിക ആർദ്രത എന്നാൽ വായു പൂർണ്ണമായി പൂരിതമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഉപകരണമാണ്. ഡ്രൈ വെറ്റ് ബൾബ് ഹൈഗ്രോമീറ്റർ, ഹെയർ ഹൈഗ്രോമീറ്റർ, ഇലക്ട്രോണിക് ഹൈഗ്രോമീറ്റർ എന്നിങ്ങനെ പലതരം ഹൈഗ്രോമീറ്ററുകൾ നിലവിലുണ്ട്. ആപേക്ഷിക ആർദ്രത സാധാരണയായി എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ശതമാനത്തിൽ. ആപേക്ഷിക ആർദ്രത ഒരു നിശ്ചിത താപനിലയിൽ വായുവിന്റെ ജലബാഷ്പം ഉൾക്കൊള്ളാനുള്ള ശേഷിയുമായി താരതമ്യം ചെയ്തുള്ള നിലവിലെ ജലബാഷ്പത്തിന്റെ അളവ് കാണിക്കുന്നു. ഇത് എപ്പോഴും ഒരു ശതമാനക്കണക്കായിട്ടാണ്, ഉദാഹരണത്തിന് 70% രേഖപ്പെടുത്തുന്നത്. മനുഷ്യർക്ക് സുഖകരവും ശുചിത്വമുള്ളതുമായ എയർ കണ്ടീഷനിംഗിന് അനുയോജ്യമായ ആപേക്ഷിക ആർദ്രതയും താപനിലയും എത്രയാണ്? ആപേക്ഷിക ആർദ്രത 60%നും 65%നും ഇടയിലും അന്തരീക്ഷ താപനില 23°C-നും 25°C-നും ഇടയിലും. മനുഷ്യശരീരത്തിന് ഏറ്റവും സുഖകരമായി തോന്നുന്ന താപനിലയും ആർദ്രതയും പ്രധാനമാണ്. ഈ അനുയോജ്യമായ നിലകൾ പാലിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും ചർമ്മം വരണ്ടുപോകാതിരിക്കാനും പൊതുവായ ശാരീരിക സുഖം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. താപഗതിശാസ്ത്രത്തിന്റെ ഒന്നാം നിയമം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എന്താണ് പറയുന്നത്? ഒരു വ്യവസ്ഥയ്ക്ക് നൽകുന്ന താപോർജ്ജം Q, അതിന്റെ ആന്തരിക ഊർജ്ജത്തിലുണ്ടാകുന്ന മാറ്റവും ΔU, വ്യവസ്ഥ അതിന്റെ ചുറ്റുപാടുകളിൽ ചെയ്യുന്ന പ്രവൃത്തിയും W ചേർന്നതിന് തുല്യമാണെന്ന് താപഗതിശാസ്ത്രത്തിന്റെ ഒന്നാം നിയമം പ്രസ്താവിക്കുന്നു. Q ΔU + W. ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഒരു രൂപമാണ് താപഗതിശാസ്ത്രത്തിന്റെ ഒന്നാം നിയമം. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് ഇത് പറയുന്നു. താപ എഞ്ചിനുകളുടെയും റെഫ്രിജറേറ്ററുകളുടെയും പ്രവർത്തന തത്വങ്ങൾ വിശദീകരിക്കാൻ ഈ നിയമം സഹായിക്കുന്നു. R1, R2, R3 എന്നീ പ്രതിരോധകങ്ങൾ ശ്രേണിരീതിയിൽ സംയോജിപ്പിക്കുമ്പോൾ മൊത്തം പ്രതിരോധം R കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണ്?
R=R1+R2+R3. പ്രതിരോധകങ്ങൾ ശ്രേണിരീതിയിൽ സംയോജിപ്പിക്കുമ്പോൾ മൊത്തം പ്രതിരോധം ഓരോ പ്രതിരോധകത്തിന്റെയും മൂല്യങ്ങളുടെ തുകയായിരിക്കും. ഇത് വൈദ്യുത പ്രവാഹത്തിന് ഒരൊറ്റ പാത മാത്രമേ നൽകുന്നുള്ളൂ. റുംഗ്രാഡോ ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്യോങ്യാങ്, ഉത്തര കൊറിയ. റുംഗ്രാഡോ ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കായിക മത്സരങ്ങൾക്കും വലിയ പൊതുപരിപാടികൾക്കുമായി ഇത് ഉപയോഗിക്കുന്നു. മിഷിഗൺ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻ ആർബർ, മിഷിഗൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. മിഷിഗൺ സ്റ്റേഡിയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. മിഷിഗൺ യൂണിവേഴ്സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ ഇത് പ്രധാനമായും അമേരിക്കൻ ഫുട്ബോളിനായി ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ബീവർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്റ്റേറ്റ് കോളേജ്, പെൻസിൽവാനിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബീവർ സ്റ്റേഡിയം പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹോം ഗ്രൗണ്ടാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേഡിയമായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കൻ ഫുട്ബോൾ മത്സരങ്ങൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സോക്കർ സിറ്റി സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. സോക്കർ സിറ്റി സ്റ്റേഡിയം ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. 2010-ലെ ഫിഫ ലോകകപ്പ് ഫൈനലിന് ഇത് ആതിഥേയത്വം വഹിച്ചു. ഇത് ഒരു പ്രധാന കായിക, സാംസ്കാരിക കേന്ദ്രമായി നിലകൊള്ളുന്നു. വെംബ്ലി സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടൻ, ഇംഗ്ലണ്ട്. വെംബ്ലി സ്റ്റേഡിയം ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്, കൂടാതെ പ്രധാന കായിക മത്സരങ്ങൾക്കും സംഗീത കച്ചേരികൾക്കും വേദിയാകാറുണ്ട്. ക്യാമ്പ് നൗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാഴ്സലോണ, സ്പെയിൻ. സ്പെയിനിലെ ബാഴ്സലോണയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പ് നൗ എഫ്.സി. ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലൊന്നാണിത്. എസ്റ്റാഡിയോ അസ്ടെക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മെക്സിക്കോ സിറ്റി, മെക്സിക്കോ. മെക്സിക്കോയിലെ മെക്സിക്കോ സിറ്റിയിലാണ് എസ്റ്റാഡിയോ അസ്ടെക സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ലോകകപ്പ് ഫൈനലുകൾക്ക് 2 തവണ ആതിഥേയത്വം വഹിച്ച ഏക സ്റ്റേഡിയമാണിത്. അലിയൻസ് അരീന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മ്യൂണിക്ക്, ജർമ്മനി. ജർമ്മനിയിലെ മ്യൂണിക്കിൽ സ്ഥിതി ചെയ്യുന്ന അലിയൻസ് അരീന എഫ്.സി. ബയേൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടാണ്. ഇത് അതിന്റെ പുറംഭാഗത്തെ നിറം മാറുന്ന പ്രകാശ സംവിധാനത്തിന് പേരുകേട്ടതാണ്. എസ്റ്റാഡിയോ ഡോ മാരക്കാന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റിയോ ഡി ജനീറോ, ബ്രസീൽ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് 1950, 2014 ഫിബ ലോകകപ്പ് ഫൈനലുകൾക്കും റിയോ 2016 ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾക്കും വേദിയായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി, ഇന്ത്യ. ഇന്ത്യയിലെ ഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്, കൂടാതെ വിവിധ കായിക മത്സരങ്ങൾക്കും വലിയ പരിപാടികൾക്കും വേദിയാകാറുണ്ട്.